ഹായ്, നമുക്ക് മെയ് 2026 RTP നോക്കാം. ആക്ച്വലി നിങ്ങൾ വിചാരിക്കുന്ന പോലെ അത്ര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമല്ല ആക്ച്വലി. സോ കാര്യം വലിയൊരു ക്വസ്റ്റ്യൻ കാണുമ്പോഴത്തേനും അയ്യോ ഇറ്റ്സ് ടു ബിഗ് എന്ന് വിചാരിച്ച് നിങ്ങൾ അപ്പം തന്നെ പതറിപ്പോവാനായിട്ട് പാടില്ല. ഓക്കെ, സോ നമ്മളെല്ലാം മന്ത്രാസ് ഉപയോഗിച്ചിട്ട് കണ്ടതാണ്. ഓക്കെ, സോ എല്ലാ ചാപ്റ്റേഴ്സിലും നമ്മൾ മന്ത്ര യൂസ് ചെയ്തു. പോക്കറ്റ് ബുക്ക് യൂസ് ചെയ്യാൻ നിങ്ങൾ എന്താ പറയുക, മിസ് ചെയ്യാനേ പാടില്ല എന്ന് ഞാൻ പലപ്പോഴും ക്ലാസ്സിൽ പറയാറുള്ള ഒരു കാര്യമാണ്. രണ്ടാഴ്ച മുമ്പ് പോക്കറ്റ് ബുക്ക് വെച്ച് നോക്കാന്ന് കഴിഞ്ഞാൽ ഇറ്റ് വിൽ നോട്ട് വർക്ക് ഔട്ട്. ഓക്കെ, ഇപ്പോഴും നിങ്ങൾക്ക് സമയമുണ്ട്. ഡെയിലി കുറച്ച് സമയങ്ങൾ എന്ത് ചെയ്യുക, മെയിൻ ബുക്ക് നോക്കിയിട്ട് പോക്കറ്റ് ബുക്കിലേക്ക് നിങ്ങളുടെ റിവിഷൻസ് എന്ത് ചെയ്യുക, കൺസോളിഡേറ്റ് ചെയ്യാനായിട്ട് നോക്കുക. നോട്ട്സ് പോക്കറ്റ് ബുക്കിന്റെ ബാക്കിലുണ്ട്, അവിടെയും നിങ്ങൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യുക, നോട്ട് ചെയ്തിടുക. ഓക്കെ, സോ നമുക്ക് ഡയറക്റ്റ്ലി തന്നെ നമ്മളുടെ RTP മെയ് 2026 RTPയിലേക്ക് പോവാം. സോ ദിസ് ഇസ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സോ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്. സോ അതിന് മുൻപായിട്ട് RTP എങ്ങനെ എടുക്കുന്നതെന്നും കൂടി ഞാനൊന്ന് കാണിച്ചു തന്നേക്കാം. ICAയുടെ ഇതിൽ പോയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റുമായിരിക്കാം. അറിയാവുന്നവർക്ക് ഈ പാർട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റുഡൻസിൽ BOSൽ പോയിട്ട് ക്ലിക്ക് ഹിയർ കൊടുക്കുക. കൊടുത്തതിന് ശേഷം യു ക്യാൻ സീ ഹിയർ റിവിഷൻ ടെസ്റ്റ് പേപ്പേഴ്സ്. ഓക്കെ, ഇത് മിസ് ചെയ്യാനായിട്ട് പാടില്ല. ഇപ്രാവശ്യം നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം. 3 എണ്ണം നിർബന്ധമായിട്ട് നോക്കിയിരിക്കണം, കഴിഞ്ഞ പ്രാവശ്യങ്ങളിലുള്ളതൊക്കെ ആയിട്ട്. ഓക്കെ, സോ യു ക്യാൻ സീ ഹിയർ ഫൈനലി അവിടെ മെയ് 2000. ഓക്കെ, സോ ഇത് ഡെഫിനറ്റ്ലി ടാക്സും GSTയും ഇൻകം ടാക്സും ആണെങ്കിൽ അമെൻമെന്റ് വന്നതും കൂടി വെച്ചിട്ട് വേണം പഴയത് നോക്കാനായിട്ട്. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് സീ ഡയറക്ട്ലി വിൽ മൂവ് ഓൺ ടു ദ ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പെക്സ് ലേണിംഗ് ഹബ് ഈസ് എ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെന്നുള്ളത് കണ്ടു. സോ രജിസ്റ്റേർഡ് പേഴ്സൺ അല്ലേ, ടാക്സബിൾ പേഴ്സൺ. സോ പല പല ബിസിനസ് എൻറ്റിറ്റി, ഇതെല്ലാം നമ്മൾ ചാർജിന്റെ കാര്യത്തിൽ നമ്മൾ കണ്ട കാര്യമാണ് അല്ലേ. സർ MSD is coming in GLA. ഓക്കെ, അതൊക്കെ ഓർത്തിരിക്കുക, റെസിപ്പിയന്റ് ആയിരിക്കണം എന്നുള്ളത് ക്ലാസ് അറ്റൻഡ് ചെയ്ത് കറക്റ്റായിട്ട് മനസ്സിലാവുണ്ടെന്ന് എനിക്കറിയാം. സോ അണ്ടർ ദ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എൻഗേജ് ഇൻ പ്രൊവൈഡിങ് കോച്ചിങ് സർവീസസ് ആണ്. സോ സർവീസ് എൻറ്റിറ്റി ആണെന്ന് മനസ്സിലായി. സോ സർവീസ് ഇങ്ങനെയൊക്കെ വായിക്കുമ്പോൾ തന്നെ എന്താ പറയുക, രജിസ്ട്രേഷൻസിന്റെ കാര്യങ്ങളല്ലോ, സ്റ്റാമ്പ് യു എന്നുള്ളതൊക്കെ കറക്റ്റ് ആയിട്ട് പറയണം. കാരണം ഗുഡ്സ് ആണെങ്കിൽ സ്റ്റാമ്പ് യു എന്നുള്ള നോട്ടിഫൈഡ് പ്ലേസസും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഗ്രിഗേറ്റ് ആണ് ഓവർ സർക്കസ് അല്ലെ, ജോക്കർ ഇസ് വെയറിംഗ് ടൈ അല്ലെ, ടൈ സ്ക്വയർ. അഗ്രിഗേറ്റ് ആണ് ഓവർ ഉണ്ട്. ഇതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാവുണ്ടോ? അപ്പൊ ഞാൻ ക്ലാസ്സിൽ ചുമ്മാ പറയുന്ന കാര്യങ്ങളല്ല. ടൈ സ്ക്വയർ മൈനസ് സർക്കസ്. ഓക്കെ, വാസ് മോർ ദാൻ 5 crore. സോ 5 കോടിക്ക് മേലെയാണെങ്കിൽ എന്ത് വേണം, ഇൻവോയ്സിങ് വേണമെന്നുള്ള വേറൊരു കാര്യമുണ്ട്. ഓക്കെ, ഡ്യൂറിംഗ് ദ പ്രീവിയസ് ഫിനാൻഷ്യൽ ഇയർ, ഡ്യൂറിംഗ് ദ കോഴ്സ് ഓഫ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. സോ ഇങ്ങനെയായിരിക്കണം നമ്മളുടെ ആ ഒരു എന്താ പറയുക കൺവേർഷൻ നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. ഓക്കെ, സോ അപ്പെക്സ് ലേണിംഗ് ഹബ് പ്രൊവൈഡ്സ് കോച്ചിങ് സർവീസ് കൊടുക്കുന്നത് ഫോർ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ. കോമ്പറ്റേറ്റീവ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലാണ് എക്സംഷൻ ഉള്ളത് അല്ലേ, അപ് ടു HSS അങ്ങനെയുള്ളതിൽ എക്സംഷൻ ഉള്ളത്. സോ ഇതൊരു അപ്രൂവ്ഡ് എഡ്യൂക്കേഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ അല്ല. ആൻഡ് ചാർജസ് കൺസോളിഡേറ്റഡ് ഫീസ് ഫ്രം സ്റ്റുഡൻസ്. ഒരുമിച്ചാണ് കൺസോളിഡേറ്റ് ചെയ്തിട്ടാണ് ഫീസ് വാങ്ങിക്കുന്നത്. സോ ഫീസ് സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ട്യൂഷൻ ഫീസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഉണ്ട്, ആക്സസ് ടു റെക്കോർഡിംഗ് ഓൺലൈൻ ലെക്ചേഴ്സ് ഉണ്ട്. ഓക്കെ, വിച്ച് ആർ നോട്ട്, ഇതെല്ലാം കൂടി കൂടിയിട്ടാണ് ഫീസ് വാങ്ങിക്കുന്നത്. വിച്ച് ആർ നോട്ട് ഷോൺ സെപ്പറേറ്റ്ലി ഓൺ ദ ഇൻവോയ്സ്. സ്റ്റഡി മെറ്റീരിയൽ ആൻഡ് റെക്കോർഡ് ഓൺലൈൻ ലെക്ചേഴ്സ് ആർ അതർവൈസ് നോട്ട് അവൈലബിൾ. ഡ്യൂറിംഗ് ദ ഫിനാൻഷ്യൽ ഇയർ അപ്പെക്സ് എന്ത് ചെയ്തു, റിസീവ് അഡ്വാൻസ് കിട്ടി. സർവീസ് എൻറ്റിറ്റി ആണ്, സർവീസ് എൻറ്റിറ്റി ആകുമ്പോൾ അഡ്വാൻസ് കിട്ടി 2,50,000 ഫ്രം സ്റ്റുഡൻസിന്, കോർപ്പറേറ്റ് ക്ലയൻസിന്റെ അടുത്ത് കിട്ടിയത്. ഓക്കെ, ഫോർ കണ്ടക്ടിങ്, എന്ത് കണ്ടക്ട് ചെയ്യാനായിട്ടാ, കസ്റ്റമൈസ് ട്രെയിനിങ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യാനായിട്ട്, അഗൈൻസ്റ്റ് വിച്ച് സർവീസസ് വെയർ റെന്റഡ് ഇൻ ദ സബ്സിക്വന്റ് ഫിനാൻഷ്യൽ ഇയർ. പിന്നീടാണ് സർവീസ് എന്ത് ചെയ്ത് റെൻഡർ ചെയ്തത്. അപ്പെക്സ് ലേണിംഗ് ഹബ് പർച്ചേസ് ഡീസൽ ഫ്രം, പിന്നെ ഫോർത്ത് പോയിന്റ് എന്താ, അപ്പെക്സ് ലേണിംഗ് ഹബ് പർച്ചേസ് ചെയ്തു, ഡീസൽ പർച്ചേസ് ചെയ്തു. ഓക്കെ, ഡീസൽ പർച്ചേസ് ചെയ്തു. ഓൾറെഡി വി സോ പെട്രോളിയം ആൻഡ് പെട്രോളിയം ക്രൂഡ് അല്ലേ. അപ്പോൾ 9 subsection 2 ഹോപ്പ് യു റിമെമ്പർ. ആൻഡ് എന്താണ്, ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്. ഡി എന്താണ്, ഡീസൽ അല്ലേ. സോ ഡീസൽ. ഓക്കെ, സോ ഫോർ an amount of 50,000, 50,000 രൂപയ്ക്ക് വാങ്ങിച്ചു ഫോർ റണ്ണിങ് എമർജൻസി പവർ ബാക്ക് ഫെസിലിറ്റി അറ്റ് ഇറ്റ് സെന്റർ. The supplier was located at 20 kilometers from the location of Apex Learning Hub. എന്നിട്ട് പിന്നെ പറഞ്ഞിരിക്കുന്നത് എന്താ പറയുക, 50,000 ഡീസൽ വാങ്ങിച്ചു എന്നുള്ളതാണ് പറഞ്ഞ. സിറ്റുവേഷൻസ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ചോദ്യം വിൽ ബി ഫോളോഡ്. ഓക്കെ, പിന്നെ എന്താ സംഭവിച്ചത്, സോ അപ്പെക്സ് ലേണിംഗ് ഹബ് ഓപ്പൺ ആൻ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. എവിടെയാണ് സ്റ്റാർട്ട് ചെയ്തത്, ഇൻ അനദർ സ്റ്റേറ്റ്, സെയിം സ്റ്റേറ്റിലല്ല. ഓക്കെ, സെയിം സ്റ്റേറ്റിലാണെങ്കിൽ എന്താ പറയുന്നത്, ദർ ഇസ് എൻ ഓപ്ഷണൽ ഫെസിലിറ്റി ടു ടേക്ക് എ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ. പക്ഷെ വേറെ സ്റ്റേറ്റിലാണ്, മനസ്സിലാവുണ്ടോ. സോ അഡീഷണൽ പ്ലേസ് ആക്കാൻ പറ്റുമെന്നുള്ളതാണ്, ഓപ്ഷണൽ ആണോ എന്നുള്ളതാണ്, ഇല്ല, മാൻഡേറ്ററി ആണ് അല്ലേ. സോ ദ ക്ലാസ് റൂം കോച്ചിങ് സർവീസ് വി ആർ ബീങ് പ്രൊവൈഡഡ് ഫ്രം സച്ച് പ്ലേസ്. അവിടെ നിന്നും സർവീസ് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സോ രജിസ്ട്രേഷൻ വേണോ എന്നുള്ളതാണ് ചോദ്യം. സോ അവർ ഇൻവോയ്സ് വർ ഇഷ്യൂഡ് ഫ്രം ദ ഒറിജിനൽ. പക്ഷെ ഇൻവോയ്സ് എവിടെ നിന്നാണ് കൊടുത്തിരിക്കുന്നത്,
ഒറിജിനൽ ലൊക്കേഷൻ എവിടെയാണ് അവിടെ നിന്നാണ് ഇൻവോയ്സ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഒറിജിനൽ ലൊക്കേഷൻ എവിടെയാണെന്ന് പറഞ്ഞിട്ടില്ല, സ്റ്റേറ്റ്സിലൊന്നും മെൻഷൻ ചെയ്തിട്ടില്ല. ഓക്കെ, so the annual return was filed when annual return was filed. So original invoice were issued from the original GST registration without obtaining separate registration. So annual return was filed when 15 December. Annual return file ചെയ്യാൻ date എന്താ? Next financial year 31st December ആണ് നമ്മൾക്ക് അറിയാം അല്ലേ? Of the succeeding financial year on the basis of, പക്ഷേ ഇത് എന്നെ ഫയൽ ചെയ്തു 15th December തന്നെ ഫയൽ ചെയ്തു, 16 ദിവസം മുമ്പേ ഫയൽ ചെയ്തു അല്ലേ? On the basis of facts of the above, you are required to choose the appropriate answer for the question 1 to 5. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഉത്തരവാദിത്തം. സോ ഇതാണ് സിറ്റുവേഷൻസ് മേലുള്ള, ഈ സിറ്റുവേഷനെ ബേസ് ചെയ്തിട്ട് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യുക, സെലക്ട് ചെയ്യുക. Which of the following statements is correct regarding the taxability of consolidated fees charge? Consolidated fees charge ചെയ്തിട്ടുണ്ടല്ലോ, ഒരു കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ള ഒരു ഇതില്ലേ, പ്രിഡോമിനന്റ് സപ്ലൈ ഉണ്ട്, അതിന്റെ എന്താ പറയുക ആൻസിലറി സപ്ലൈ വരുന്ന കാര്യങ്ങൾ. ഓക്കെ, നമുക്ക് നോക്കാം. Taxability. Okay, so taxability of consolidated fees charged from student as per the relevant provisions of the law. The supply qualifies as composite supply ആണോ എന്നുള്ളതാണ് ചോദ്യം. Okay, and the entire consideration shall be taxed at the rate applicable for coaching service. Okay, എന്താണ് ഇവിടെ സിറ്റുവേഷൻ ഉണ്ടായിരുന്നത്? കോച്ചിങ് സർവീസസ് കൊടുക്കുന്നുണ്ട്, കോമ്പറ്റേറ്റീവ് എക്സാമിനേഷന് കൺസോളിഡേറ്റഡ് ഫീസ് ആണ് വാങ്ങിക്കുന്നത്. ഓക്കെ, അതാണ് ചോദ്യം. എന്നിട്ട് എന്താ പറഞ്ഞത്? ഫീ സ്ട്രക്ചർ ഇൻക്ലൂഡ്സ് ഫോർ ട്യൂഷൻ ഫീസ്. ഓക്കെ, 1 ലക്ഷം രൂപയാണെങ്കിൽ 1 ലക്ഷം ട്യൂഷൻ ഫീസ് ഉണ്ട്, സ്റ്റഡി മെറ്റീരിയൽ ഇല്ലാണ്ട് പഠിക്കാൻ പറ്റില്ല, ആൻഡ് ആക്സസ് ടു റെക്കോർഡിംഗ് ക്ലാസ് ലെക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ 1 ലക്ഷം രൂപയിൽ എല്ലാം ഉണ്ട്. സോ ഏതിൽ കാറ്റഗറൈസ് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ഫസ്റ്റത്തെ ഓപ്ഷൻ തന്നിരിക്കുന്നത് അത് കോമ്പോസിറ്റ് സപ്ലൈ ആണോ എന്നുള്ളതാണ് നമുക്ക് തന്നിരിക്കുന്നത്. സപ്ലൈ ക്വാളിഫൈസ് മിക്സ് സപ്ലൈ ആണെന്നുള്ളത്, അതായത് സേ ബുക്സിന്റെ റേറ്റ് അപ്ലൈ ചെയ്യും, കോച്ചിങ്ങിന് കോച്ചിങ് റേറ്റ് അപ്ലൈ ചെയ്യും, ഓൺലൈൻ ഇതിന് അതിന്റെ റേറ്റ് അപ്ലൈ ചെയ്യും, ആൻഡ് ദ ഹയസ്റ്റ് റേറ്റ് വിൽ അപ്ലൈ എന്നുള്ളതാണ് അടുത്തൊരു ഓപ്ഷൻ ഉള്ളത്. സോ നമ്മൾ ABCDയിലെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കറക്റ്റ് ആയിട്ടുള്ള സെലക്ട് ചെയ്യുക. ട്യൂഷൻ ഫീസ് എക്സെപ്റ്റ് ആണെന്നുള്ളതാണ്, ആണോ? അല്ല. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിൽ എക്സെപ്റ്റ് ഉള്ളൂ അല്ലെ, അപ് ടു HSS, എന്താ പറയുക, പ്രീ സ്കൂൾ അപ് ടു HSS, കോളേജ് ടു അക്യൂർ ക്വാളിഫിക്കേഷൻ, അങ്ങനെയൊക്കെയാണെങ്കിൽ എക്സംഷൻ ഉള്ളൂ അല്ലെ. പിന്നെ അപ്രൂവ്ഡ് വൊക്കേഷണൽ ട്രെയിനിങ് സെന്റർ ഒക്കെ ആണെങ്കിലേ ഉള്ളൂ, ആൻഡ് ഓൺലി സ്റ്റഡി മെറ്റീരിയൽ. അപ്പോൾ അതല്ല, ട്യൂഷൻ ഫീസ് എന്നാലും ടാക്സബിൾ ആണ്. Each component must be taxed separately if a consolidated fees is charged. അപ്പോൾ സെപ്പറേറ്റ്ലി എപ്പോഴാണ് ചെയ്യേണ്ടത്? അത് എന്താ പറയുക, കോമ്പോസിറ്റ് സപ്ലൈ അല്ലെങ്കിലൊക്കെയാണ് ചെയ്യേണ്ടത്. സോ ഇവിടെ ആപ്റ്റ് ആയിട്ടുള്ള ഒരു ആൻസർ വരുന്നത് കോമ്പോസിറ്റ് സപ്ലൈ ആണ്. ഓക്കെ, സോ നമുക്ക് ആൻസർ അല്ലെങ്കിൽ കറക്റ്റ് ആയിട്ടുള്ള ആൻസർ ആണ് ഇത്. കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒറ്റ ഫീസാണ് വാങ്ങിക്കുന്നത്, ബുക്സ് ഇല്ലാണ്ട് പഠിക്കാനും പറ്റില്ല. സോ ലെറ്റ് സി ചെക്ക് ദി ആൻസർ. ഓക്കെ, സോ ഇവിടെ നമുക്ക് ആൻസർ ചെക്ക് ചെയ്യാം. The supply qualifies as for composite supply and the entire consideration shall be taxed at the rate applicable. Okay, നമ്മളുടെ ബുക്കിനകത്ത് ഏതാണ് നമ്മൾ എടുക്കേണ്ടത്? കോമ്പോസിറ്റ് സപ്ലൈ ആൻഡ് മിക്സ് സപ്ലൈ എന്നുള്ള ഏരിയയിലാണ് എടുക്കേണ്ടത്. ഓക്കെ, നമ്മൾ കുറെ എക്സാമ്പിൾസ് കണ്ടതാണ് അല്ലെ, വാച്ച് വെച്ചിട്ടുള്ള എക്സാമ്പിൾ കണ്ടു, നീഡിൽ ഉണ്ടാവില്ല എന്നുള്ളത് മനസ്സിലാവുണ്ടോ? സോ ഇതെല്ലാമാണ് നമ്മളപ്പോൾ മാക്സിമം പ്രോബ്ലംസ് എന്ത് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുക. സോ നിങ്ങൾക്ക് എക്സാമിനേഷൻ ഹാളിലേക്ക് ചെല്ലുമ്പോഴേക്കും എന്തായിരിക്കും കൂടുതൽ കോൺഫിഡൻസ് നിങ്ങൾക്ക് തനിയെ വന്നോളും. ഓക്കെ, ഈ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ നോക്കുകയാണ്. ഇതാണ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയലുള്ള ഏരിയ. ഓക്കെ, GST മദ്രാസിന്റെ ബുക്കിലുള്ള ഏരിയ. സോ കോമ്പോസിറ്റ് സപ്ലൈ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്, ആൻഡ് ഷാൽ ബി ടാക്സ്ഡ് അറ്റ് ദ റേറ്റ് ആപ്ലിക്കബിൾ കോച്ചിങ് സർവീസസ്. സോ കോച്ചിങ് സർവീസിന് 18% ആണെങ്കിൽ അത് അപ്ലൈ ചെയ്യും. സർവീസ് ഓഫ് ഗുഡ്സ് സപ്ലൈഡ് ആർ നാച്ചുറലി ബണ്ടിൽ ആൻഡ് സപ്ലൈ ഇൻ കൺജങ്ഷൻ വിത്ത് ദി each other in ordinary course of business. So section 8 and applicability. So I hope you are understanding how this works. Okay, so second question നോക്കാം. Whether GST is payable on receipt of 2,500 received from corporate clients. ഇവിടെ സർവീസ് ആണോ GST, ഗുഡ്സ് ആണോ സർവീസ് ആണോ ഹാൻഡിൽ ചെയ്യുന്നത്? സർവീസ് ആണ് ഹാൻഡിൽ ചെയ്യുന്നത്. നമ്മൾ ഓൾറെഡി പ്രൊവിഷൻ കണ്ടായിരുന്നു. എന്താ പ്രൊവിഷൻ കണ്ടത്? ടൈം ഓഫ് സപ്ലൈഡ് 66/2017. 66/2017 എന്താ പറയുന്നത്? നോട്ട് GST is to be paid on advance receipt for supply of ഗുഡ്സിന് പേ ചെയ്യേണ്ടെന്നല്ലേ പറയുന്നത്. സർവീസിനപ്പം എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഇവര് കോച്ചിങ് സർവീസ് അല്ലേ കൊടുക്കുന്നത്. സോ 2.5 ലക്ഷത്തിന് എന്ത് ചെയ്യണം? 2.5 lakhsന് GST പേ ചെയ്യാൻ ഇവര് ബാധ്യസ്ഥരാണ്. I hope you are getting my point. So GST is payable. So this is not to teach a provision. This is to നമ്മൾ പ്രൊവിഷൻ പഠിച്ചത് വെച്ചിട്ട് അനലൈസ് ചെയ്യുന്ന ഭാഗമാണത്. ഓക്കെ, സോ ദിസ് ഇസ് നോട്ട് ടീച്ച് ദ പ്രൊവിഷൻ. ഓക്കെ, സോ GST is payable at the time of receipt of 2,50,000. യെസ്, ഗുഡ്സ് ആണെങ്കിൽ പേ ചെയ്യേണ്ടി വരില്ലായിരുന്നു. ഓക്കെ, ഫൈൻ. സോ സേ ആപ്പെക്സ് അവർ ഗുഡ്സും കൂടി സപ്ലൈ ചെയ്യുന്നു, ഗുഡ്സിന് അഗൻസ്റ്റ് എന്ത് ചെയ്യുന്നുണ്ട്, ഇത് കിട്ടേണ്ടെന്ന് പറഞ്ഞാൽ ആൻസർ GST പേ ചെയ്യേണ്ടതാണ്. ഓക്കെ, സോ GST is payable at the time of receipt. ഫസ്റ്റ് പോയിന്റ് ആണ് വന്നിരിക്കുന്നത്. GST payable only at the time of issuance of invoice. No, ഗുഡ്സ് ആയിരുന്നെങ്കിൽ issuance of invoice ആയാണ്. ഓക്കെ, GST is payable at the time of supply of service. സപ്ലൈ ചെയ്യുന്ന സമയത്താണോ? അല്ല. ഓക്കെ, GST is not payable for coaching service. For example, ഇത് ടോട്ടൽ 5 lakhs ആണെന്ന് വിചാരിക്കുക, വാല്യൂ 2,50,000 ഇപ്പൊ കിട്ടി. അപ്പോൾ എന്തിനാ അഡ്വാൻസിന് കൊടുക്കണം? ബാലൻസ് 2-3 മാസം കഴിഞ്ഞിട്ട് 5 lakhsന് ഇൻവോയ്സ് റേസ് ചെയ്യുന്ന വിചാരിക്കുക.
അപ്പോൾ അഡ്വാൻസ് കിട്ടുന്ന ഓൾറെഡി കൊടുത്തല്ലോ. ബാലൻസ് ഉള്ള 2.5 lakhs ഇൻവോയ്സ് റേസ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്താൽ മതി, കൊടുത്താൽ മതി. അല്ലെങ്കിൽ ടൈം ഓഫ് സപ്ലൈയുടെ റൂൾസ് എന്ത് ചെയ്യും, അതിന് അപ്ലൈ ചെയ്യും. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ദിസ് ഈസ് നോട്ട് അറ്റ് ഓൾ പേയബിൾ കോച്ചിങ് സർവീസ് ആയതുകൊണ്ട് നോ. ഓക്കെ, എഡ്യൂക്കേഷണൽ ആയിരുന്നെങ്കിൽ ഓക്കെ ഫൈൻ, എക്സംഷൻ ഉണ്ടായിരുന്നു. സോ ലെറ്റ്സ് സീ ദ ആൻസർ. B, GST is payable at the time of receipt. Okay, fine. 66/2017 വേണമെങ്കിൽ നിങ്ങൾക്ക് നോട്ട് ചെയ്യാം. ഗുഡ്സിന് മാത്രമേ അഡ്വാൻസിന് GST ഇല്ലാതെയുള്ളൂ എന്നുള്ളത്. ഓക്കെ ഫൈൻ, അറ്റ് ദ ടൈം ഓഫ്, അൺലൈക്ക് ഇൻ കേസ് ഓഫ് ഗുഡ്സ്. കണ്ടോ ഇവിടെ എഴുതിയിട്ടുണ്ട്. നോട്ടിഫിക്കേഷൻ എഴുതി കഴിഞ്ഞാൽ ദി ആൻസർ വിൽ ബി വണ്ടർഫുൾ. ഓക്കെ ഫൈൻ. സോ ലെറ്റ്സ് സീ പോയിന്റ് നമ്പർ 3. ഇൻ കേസ് ഓഫ് ഡീസൽ 50,000 രൂപയ്ക്ക് വാങ്ങിച്ചല്ലോ. ഡീസലിന്റെ കേസിലാണെങ്കിൽ ഇ-വേ ബിൽ ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്. നമ്മൾ ഇ-വേ ബില്ലിന്റെ പ്രൊവിഷൻ നമ്മൾ കണ്ടായിരുന്നു. എപ്പോഴാണ് ഇ-വേ ബില്ലിന്റെ ആവശ്യമുള്ളത്? ഇ-വേ ബിൽ 50,000 വരെയുള്ളതിനാണോ അതോ 50,000 മേലെ ഉള്ളതിനാണോ ഇ-വേ ബിൽ ആവശ്യം? ഇ-വേ ബിൽ ഈസ് റിക്വയർഡ് വെൻ ദ കൺസൈൻമെന്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ എത്രയാ? ദ കൺസൈൻമെന്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 50,000. ഇവിടെ കൺസൈൻമെന്റ് വാല്യൂ എത്രയാ പറഞ്ഞിരിക്കുന്നത്? കൺസൈൻമെന്റ് വാല്യൂ ഈസ് ഗ്രേറ്റർ ദാൻ 50,000. വാല്യൂ എക്സീഡിങ് 50,000 ആണ് നമ്മൾ കണ്ടത് അല്ലെ 138. സോ ഇവിടെ എന്താ പറയുന്നത്, ഇവിടെ കൺസൈൻമെന്റ് വാല്യൂ എത്രയാണെന്നാ പറഞ്ഞിരിക്കുന്നത്? ഹിയർ ദ കൺസൈൻമെന്റ് വാല്യൂ ഇസ് 50,000. ഓക്കെ, ഈസ് ഈക്വൽ ടു 50,000. ഫസ്റ്റ് ഓഫ് ഓൾ ഈക്വൽ ടു ആണെങ്കിൽ വേണ്ട എന്നുള്ളതാണ് ഒരു കാര്യമുള്ളത്. ഓക്കെ, റിക്വയർഡ് ടു ബി ജനറേറ്റഡ് ആസ് എ വാല്യൂ ഇസ് ഈക്വൽ ടു 50,000 അതാണ് പറഞ്ഞിരിക്കുന്നത്. വേണം എന്നുള്ളതാണ്, ആക്ച്വലി വേണ്ട അല്ലേ? അപ്പൊ അതല്ല ആൻസർ. നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് കൺസൈൻമെന്റ് വാല്യൂ ഇസ് നോട്ട് മോർ ദാൻ 50,000. അങ്ങനെ ഒരു പോയിന്റും കൂടി ഉണ്ട്. ഓക്കെ, 50,000 മേലെ അല്ലാത്തത് കൊണ്ടിട്ട്. പിന്നെ എന്താ ഉള്ളത്? നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് ആസ് എ ട്രാൻസ്പോർട്ട് ലൊക്കേഷൻ വാസ് മോർ ദാൻ 50 കിലോമീറ്റർ. അങ്ങനെ ഒരു പോയിന്റ് നമുക്കില്ല. അങ്ങനെയുള്ളത് ഇ-വേ ബില്ല് വേണ്ടെന്നല്ല ഇല്ലാത്ത. ഇ-വേ ബില്ലിലെ പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യേണ്ടെന്നൊക്കെയാണുള്ളത് അല്ലെ? എപ്പോഴാണ് വേയ്മെന്റ് ബ്രിഡ്ജിൽ നിന്ന് ഒരു വേയ്മെന്റ് ഇതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുമ്പോഴേക്കും, അല്ലെ കൺസൈനറിന്റെ കൺസൈനിയുടെ ഇതിലേക്കല്ല ട്രാൻസ്പോർട്ട് ലൊക്കേഷനിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുമ്പോഴേക്കും 20 കിലോമീറ്റേഴ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട്. ഓക്കെ, സോ ഇവിടെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട് 20 കിലോമീറ്റേഴ്സിന്റെ 20 kilometers from place of consignment to a way bridge. Okay, fine, 20 kilometers. ഒരു 50 കിലോമീറ്റേഴ്സിന്റെ ഉണ്ട് പാർട്ട് ബി അപ്ഡേറ്റ് ചെയ്യേണ്ടെന്നുള്ളതൊക്കെ. ഓക്കെ, സോ ഇ-വേ ബില്ല് വേണ്ട എന്നല്ല പറഞ്ഞിരിക്കുന്നത്. ഓക്കെ ഫൈൻ. നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് ടു റെസ്പെക്റ്റീവ് ഓഫ് വാല്യൂ. അപ്പൊ ഇവിടെ എന്തായിരിക്കും നമുക്ക് പറയാൻ പറ്റുന്നത്? ഒന്നാമത്തെ കാര്യം ഡീസൽ ആണ്. ഓക്കെ, സോ ഡീസൽ ആണെങ്കിൽ ഇവിടെ നമുക്ക് തിയറിയിലുണ്ട് എന്താ പറയാ, നെഗ്ലക്ട് ഇ-വേ ബിൽ അല്ലെ, സെൻഡ് പൂജ പ്രോഡക്ട്സ്, ഇങ്ങനെ ഒരു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടാത്തൊരു GST മന്ത്രം നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. സോ യു ക്യാൻ സീ ഹിയർ പെട്രോൾ ആൻഡ് പെട്രോളിയം, എ ഫോർ ഏവിയേഷൻ ടർബൈൻ ഫ്യൂൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ആൻഡ് ഡി ഫോർ ഡീസൽ. നോ ഇ-വേ ബിൽ ഇസ് റിക്വയർഡ് ടു ബി ജനറേറ്റഡ്. ഓക്കെ, എപ്പോഴാണ് ഡീസൽ ഇവിടെ ഉണ്ടല്ലോ. സോ ഡീസൽ അല്ല ട്രാൻസ്പോർട്ട് ചെയ്തത്. സോ ഇൻ ദാറ്റ് കേസ് എന്തിന്റെ ആവശ്യമില്ല? പെട്രോൾ ആൻഡ് പെട്രോളിയം ക്രൂഡ് അല്ലേ? സോ എന്തിന്റെ ആവശ്യമില്ല? ഇതിന്റെ ആവശ്യം വരുന്നില്ല, ഡീസൽ ആണത്. ഓക്കെ ഫൈൻ. സോ മൂവിങ് ഫർദർ, എന്താ പറയുക, 50,000 എക്സീഡ് ചെയ്തിട്ടുമില്ല വാല്യൂ അല്ലേ? സോ ലെറ്റ്സ് സീ ദ ആൻസർ. സോ നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് ഇറസ്പെക്റ്റീവ് ഓഫ് അറ്റ് ഓൾ ഇറസ്പെക്റ്റീവ് ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ്. കാര്യം എന്താ? ഇവൻ വാല്യൂ കൂടി അവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ഡീസൽ ആണെങ്കിൽ ഇ-വേ ബിൽ എടുക്കേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ളതാണ് വേറൊരു കാര്യം. ഡി ആണ് ആൻസർ വരുന്നത്. ഓക്കെ, സോ ദർ ഇസ് എക്സംഷൻ ഫ്രം റിക്വയർമെന്റ് ഓഫ് ജനറേഷൻ ഓഫ് ഇ-വേ ബിൽ. സോ ഇൻ കേസ് ഓഫ് ട്രാൻസ്പോർട്ട് ഓഫ് പെട്രോൾ, okay, and petroleum crude, okay, diesel. Is that clear? So ഇവിടെ ആക്ച്വലി രണ്ട് ബെസ്റ്റ് ആൻസേഴ്സ് ഉണ്ട്. ഏതൊക്കെ രണ്ട് ബെസ്റ്റ് ആൻസേഴ്സ്? നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് ആസ് എ കൺസൈൻമെന്റ് വാല്യൂ ഇസ് നോട്ട് മോർ ദാൻ എത്രയാ? 50,000. അതും ശരിയാണ്. വേറെ പ്രോഡക്റ്റ് ആയിരുന്നെങ്കിൽ നോട്ട് റിക്വയർഡ് ടു ബി ജനറേറ്റഡ് അറ്റ് ഓൾ ഓഫ് ദ വാല്യൂ ഓഫ് ഗുഡ്സ്. ഓക്കെ, റെസ്പെക്റ്റീവ് ഓഫ് വാല്യൂ ഓഫ് ഗുഡ്സ്. കാര്യം എന്താ? ഡീസൽ ആയതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഈ രണ്ട് ബെസ്റ്റ് ആൻസേഴ്സിൽ ഏറ്റവും ആപ്റ്റ് ആവുന്നത് ഡി ആണ്. കാര്യം എന്താ? ഡീസൽ ആയതുകൊണ്ട്. സേ ഫോർ എക്സാമ്പിൾ കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നെങ്കിലോ ഈ ആൻസർ എന്ത് ചെയ്താനെ? തെറ്റിപ്പോയാനെ. കമ്പ്യൂട്ടേഴ്സ് ആയിരുന്നെങ്കിൽ ഇതായിരിക്കും കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ മൂവിങ് ഓൺ ടു ക്വസ്റ്റ്യൻ നമ്പർ 4. വെദർ ഇസ് റിക്വയർഡ് ടു ഒബ്റ്റെയിൻ, വേറൊരു സ്റ്റേറ്റിൽ നിന്ന് സപ്ലൈ സർവീസ് സ്റ്റാർട്ട് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ, അവിടെ അഡീഷണൽ പ്ലേസ് ആയിട്ട് ആഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, സോ ഒബ്റ്റെയിൻ സെപ്പറേറ്റ് രജിസ്ട്രേഷൻ ഫോർ അഡീഷണൽ പ്ലേസ് ഓഫ് ബിസിനസ് അനദർ സ്റ്റേറ്റ്. ആക്ച്വലി നോ, എ സിംഗിൾ രജിസ്ട്രേഷൻ ഈസ് സഫീഷ്യന്റ് അക്രോസ് ഇന്ത്യ. ഇസ് ദാറ്റ് ട്രൂ? സ്റ്റേറ്റ് വൈസ് രജിസ്ട്രേഷൻ വേണം അല്ലേ? സോ യെസ്, രജിസ്ട്രേഷൻ ഈസ് എ സ്റ്റേറ്റ് സ്പെസിഫിക് അണ്ടർ ആണെന്നാണ് പറയുന്നത്. യെസ്, only if turnover exceeds threshold limit എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. യെസ്, only if goods are supplied from that state എന്നുള്ളതാണ്. ഓക്കെ, സോ ഇവിടെ എന്താ സംഭവിച്ചിരിക്കുന്നത്? വേറൊരു സ്റ്റേറ്റിൽ അവർ അവിടെ സപ്ലൈ ചെയ്യാൻ തുടങ്ങി അല്ലേ? കാരണം എന്താ? ഇവിടെ സപ്ലൈ ചെയ്തത് കൊണ്ട് അവിടെ രജിസ്ട്രേഷൻ വേണമെന്നില്ല. കാരണം ടാക്സബിൾ സപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ രജിസ്ട്രേഷന്റെ ആവശ്യമുള്ളൂ അവിടെ നിന്ന്. ശരിയല്ലേ? ഇവിടെ എന്താ പറയാ, സ്റ്റേറ്റ് സ്പെസിഫിക് ആയിട്ടാണ് ഇവിടെ എന്താ രജിസ്ട്രേഷന്റെ ആവശ്യം വരുന്നത്. സോ ലെറ്റ്സ് സീ ഓവർ ഹിയർ. Yes, registration is state specific. The registration requirement is GST state specific once
a person becomes liable to obtain registration, he is required to take registration in each state from where he makes taxable supply. Okay, പിന്നെ ITC എടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഏതാ? 30th November or earlier of what? 30th November or date of filing annual return, whichever is earlier. So let's see the last query. What is the last date to avail input tax credit pertaining to the current financial year? So 30th November ഉണ്ട്, പിന്നെ 15th December ഉണ്ട് അല്ലേ? 15th December, 30th November date of filing annual return. എന്നാ annual return എന്നാ ഫയൽ ചെയ്തത്? Annual return was filed on 15th December അല്ലേ? So 15th December. So on 30th November or 15th December, whichever is earlier. So last date എന്ന് പറയുമ്പോൾ ഏതായിരിക്കും? 30th November ആയിരിക്കും. Okay, 31st March ഉണ്ട്, അതല്ല. Due date of furnishing അതല്ല. Okay, so it is what? 30th. ഇത് നേരത്തെ ഇതായിരുന്നു, പഴയ 2 വർഷം മുമ്പൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ഡേറ്റ് ആയിരിക്കും ആക്ച്വലി. ദിസ് ഇസ് വാട്ട് നൗ ഇറ്റ് ഇസ് 30th November ഓഫ് നെക്സ്റ്റ്. ഇത് സേ ഫോർ എക്സാമ്പിൾ ഇതിപ്പോ 15th November ഫയൽ ചെയ്തിരുന്നെങ്കിൽ ആനുവൽ റിട്ടേൺ ലാസ്റ്റ് ഡേറ്റ് 15th November ആയനെ. Earlier of 30th November cut off date or date of filing annual return, whichever is earlier. So here annual return is filed after 30th November, so last date to claim shall be what? 5B. Okay, 5B. So first കണ്ടോ, വലുതാണെന്ന് തോന്നിക്കഴിഞ്ഞാലും the answers are very easy. Is that clear? So 30th November of next ഇതാവും. Okay, 16 subsection 4 നമ്മൾ കണ്ടതാണ്. Okay, so next let's move on to the next question number 6. So let's see the next query, like sixth one. Nivedita Private Limited is a manufacturer. Okay, so manufacturer ആണെങ്കിൽ combustion scheme വരും, ഏത് വരും? MAT, FAT and TTT അല്ലേ? So manufacturer M aggregate ആണ് അവർ എടുക്കുന്നത്. Okay, fine. Let's see what this question relates to. Of televisions of Mohali, Punjab ആണ്, എവിടെയുള്ളത്? പഞ്ചാബ്. and has a service center. അപ്പോൾ ഗുഡ്സും ഉണ്ട്, കൂടാണ്ട് സർവീസ് സെന്ററും കൂടി ഉണ്ട് അറ്റ് ബറ്റിൻഡ, പഞ്ചാബ്. ഇത് കോമ്പസിഷൻ സ്കീമിനെ ബേസ് ചെയ്തിട്ടുള്ള നമുക്ക് ചെക്ക് ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇത് നമ്മൾ പ്രോസസ്സിംഗ് നടക്കേണ്ട ഇത് പറയുകയാണ് എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, വായിക്കുമ്പോൾ തന്നെ ഇങ്ങനെ സെക്ഷൻസ് ഒക്കെ വരണം മൈൻഡിലേക്ക്. സോ കീപ് ഓൺ റിവൈസിങ്. The company has taken a single registration of GST. It provides the following service for the month of November-ലാണ് തന്നിരിക്കുന്നത്. ഓക്കെ, സോ ഗുഡ്സും ഉണ്ട്, സർവീസും ഉണ്ട്. A supply of televisions to Shine Electronics, Ludhiana, പഞ്ചാബിൽ തന്നെയാണ് സപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ ലെറ്റ്സ് എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് നോക്കാം. സോ ലെറ്റ്സ് സി കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത് എന്താ നോക്കാം. From the information, you are required to compute GST payable on outward supply and GST payable on reverse charge mechanism. ഇത് നല്ലൊരു പോയിന്റ് ആണ്, നിങ്ങൾ പ്രത്യേകം ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. GST payable on reverse charge ലയബിലിറ്റി ഉണ്ടെന്ന് അറിയാലോ, ഒരു സപ്ലയർക്ക് എപ്പോഴും 2 ലയബിലിറ്റി ഉണ്ടാവും. ടാക്സ് പേബിൾ ഉണ്ട് ഫോർവേഡ് ചാർജ് ആൻഡ് ടാക്സ് പേബിൾ ഉണ്ട് റിവേഴ്സ് ചാർജ്. റിവേഴ്സ് ചാർജ് നമുക്ക് ഇൻപുട്ട് ആയിട്ട് എടുക്കുകയും ചെയ്യാം. ഓക്കെ, ആൻഡ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് അവൈലബിൾ ഫോർ ദ മന്ത് ഓഫ് ഇത്ര പ്രൊവൈഡ് എക്സ്പ്ലനേറ്ററി നോട്ട് തരിക, കമ്പ്യൂട്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ. ഓക്കെ, അപ്പോൾ നെറ്റ് ടാക്സ് ലയബിലിറ്റി ഒന്നും കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിട്ടില്ല. സെപ്പറേറ്റ്ലി GST പേബിൾ, RCM പേബിൾ ആൻഡ് വോട്ട് ITC ആണ് കമ്പ്യൂട്ട് ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ് സി ഓവർ ഹിയർ. പഞ്ചാബാണ് അവരുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത്. സോ പഞ്ചാബാണ് മെയിൻ ലൊക്കേഷൻ. ആൻഡ് let's see over here computation of say GST payable, RCM അല്ലേ, reverse charge mechanism. Okay, reverse charge mechanism or payable or and input tax credit. Okay, fine. So over here നമുക്ക് ആദ്യം particulars കൊടുക്കാം. particulars കൊടുത്തതിന് ശേഷം value, CGST, SGST and what IGST. Is that clear? So കാരണം ഇൻഡസ്ട്രീറ്റ് ആണെങ്കിൽ അതിനനുസരിച്ചുള്ളത് വരും. പഞ്ചാബാണ് മെയിൻ ലൊക്കേഷൻ. ഞാൻ ജസ്റ്റ് നോട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഏതാണെന്നുള്ളത് അറിയാനായിട്ട്. സോ ക്വസ്റ്റ്യനിൽ എന്താ പറഞ്ഞിരിക്കുന്നത്? ഫസ്റ്റ് പോയിന്റ് ഔട്ട്വേർഡ് സപ്ലൈ ഉണ്ട്, പഞ്ചാബിലേക്ക് തന്നെയാണ്. എത്ര വാല്യൂ? 20 lakhs ആണ് വാല്യൂ. സോ ഞാനിവിടെ 20 lakhsന്റെ വാല്യൂ ഇടാം. ഓക്കെ, സപ്ലൈ ഓഫ് വാട്ട്? സപ്ലൈ ഓഫ് ടെലിവിഷൻ. ഓക്കെ, ടെലിവിഷൻ ടു പഞ്ചാബ്. ഇൻട്രാസ്റ്റേറ്റ് ആണ് അല്ലേ, ഇൻട്രാസ്റ്റേറ്റ് ആണ്. സോ ഇൻട്രാസ്റ്റേറ്റ് സപ്ലൈ ആണ്. സോ വാല്യൂ ഇസ് ഹൗ മച്ച്? 20 lakhs ആണ് വാല്യൂ. ഓക്കെ, 20 lakhs ആണ് നമുക്ക് GST റേറ്റ് സപ്ലൈ ചെയ്യാം. സോ GST റേറ്റ് എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? GST റേറ്റ് പറഞ്ഞിരിക്കുന്നത് over here we can see rate is 2.5%, 2.55% in case of transporter ആണെങ്കിൽ 5% ആണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തിടാം. സോ ഇവർ ട്രാൻസ്പോർട്ടർ എളുപ്പത്തിന് വേണ്ടിയിട്ട്, ട്രാൻസ്പോർട്ടർ ആണെങ്കിൽ ട്രാൻസ്പോർട്ടർ സർവീസ് ആണെങ്കിൽ 5% ആണ്. 2.5 ഇല്ലെങ്കിൽ എത്രയാണ് പറഞ്ഞിരിക്കുന്നത്? വേറെയൊക്കെ ആണെങ്കിൽ അതേഴ്സ് ആണെങ്കിൽ എത്ര? 18% ആണ്. സോ ഇത് ഗുഡ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആണ്. CGST SGST ആണ്. സോ 9% and what 9% over. And let's move to second point. Rates കിട്ടിയപ്പോൾ നമ്മൾക്ക് സെക്കൻഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? റോ മെറ്റീരിയൽ
transferred to service center located at Batinda branch. Okay, Batinda branch means what? As services പഞ്ചാബിൽ തന്നെയാണ് ബത്തിൻഡ ബ്രാഞ്ച് വരുന്നത്. ഓക്കെ, പഞ്ചാബിൽ തന്നെയാണ്. സോ എപ്പോഴാണ് ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണോ? ഡിസ്റ്റിങ്ക്ട് പേഴ്സൺ ആണോ? ഡി ഫോർ ഡിസ്റ്റിങ്ക്ട്, ഡി ഫോർ ഡിഫറെന്റ്. ഡിഫറെന്റ് ആണോ? ജി എസ് ടി നമ്പർ അല്ല. സോ ഇതെന്താ? സപ്ലൈ അല്ല, അപ്പൊ ഔട്ട്പുട്ട് ടാക്സ് വരില്ല. ഓക്കെ, സോ സ്റ്റോക്ക് ട്രാൻസ്ഫർ വിത്തിൻ പഞ്ചാബ്. ഓക്കെ, വിത്തിൻ പഞ്ചാബ്. ഓക്കെ, സോ അതിന്റെ ഡിസ്ക്രിപ്ഷൻ നമുക്ക് എഴുതണം. അത് ഞാൻ കാണിച്ചു തരാം എങ്ങനെ എഴുതേണ്ടത് എന്നുള്ളത്. സോ ഇവിടെ എത്രയും ട്രാൻസ്ഫർ ചെയ്ത് 1,80,000. സോ അത് സപ്ലൈ അല്ല. ഓക്കെ, ഇഫ് ഇറ്റ് വാസ് ടു എ ഡിഫറൻസ് രാജസ്ഥാനിലേക്കാണെങ്കിൽ ബ്രാഞ്ച് രാജസ്ഥാനിലാണെങ്കിൽ ഡിസ്റ്റിങ് പേഴ്സൺ ആണ്. വിച്ച് ഷെഡ്യൂൾ വിൽ കം? ഷെഡ്യൂൾ 1. ഷെഡ്യൂൾ 1 പ്രൈസ്. ഓക്കെ, പ്രൈസ്. ഓക്കെ, പ്രൈസിൽ ഏത് വരും? ആർ റിലേറ്റഡ്. പ്രൈസ് ഇസ് നോട്ട് ദർ. ഈവൻ ഇഫ് പ്രൈസ് ഇസ് നോട്ട് ദർ, ഇറ്റ് ഷാൽ ബി ട്രീറ്റഡ് ആസ് വാട്ട്? Supply. 7(1)(c). I see consideration not there. Is that clear? So over here it's not a distinct person, so GST ഒന്നും applicable അല്ല, transfer അല്ല. Okay, and next one is what? Received advance കിട്ടി. Okay, new electro divine for purchase of television ആണ്. Television ആണെങ്കിൽ advance goods അല്ലേ? So 66/2017 notification should apply. Is that clear? 66/2017 notification should be applied. Okay, so no GST has to be paid on what? No GST has to be paid on what? Supply of this thing. Supply of what? Supply of goods or advance കിട്ടി കഴിഞ്ഞാൽ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല. No GST is to be paid on advance receipt for supply of goods. Is that clear? 66/2017. Don't forget this notification. Okay, so receipt advance, supply of purchase of television ആണ് അല്ലേ? So receipt advance from okay, new electronic അവരുടെ അഡ്വാൻസ് കിട്ടി ഫോർ പർച്ചേസ്. അവരാണ് വാങ്ങിച്ചത്. അപ്പോൾ അല്ലേ? അപ്പോൾ നമുക്ക് അഡ്വാൻസ് കിട്ടി 3,50,000. അതിന് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല? GST അപ്പോൾ പേ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, സപ്ലൈ ഓഫ് വാട്ട്? സപ്ലൈ ഓഫ് ടെലിവിഷൻ ഫോർ വിച്ച് അഡ്വാൻസ്. ഓക്കെ, റിസീവ്ഡ്. ഓക്കെ, സോ എത്ര എമൗണ്ട്? 3,50,000. അത് സപ്ലൈ നമുക്ക് GST സർവീസ് ആണെങ്കിൽ കൊടുക്കേണ്ടി വന്നാണ്. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യനിലത് കണ്ടതാണ്. ഓക്കെ, സോ മൂവിങ് ഫർദർ, നെക്സ്റ്റ് വൺ. റിസീവ് അഡ്വാൻസ് ഫ്രം ന്യൂ ഇലക്ട്രോ ഡിവൈൻ. അവരുടെ അടുത്ത് തന്നെ കിട്ടി. ഡൽഹിയിലാണ്. സോ പഞ്ചാബിലല്ല. ഫോർ പേയ്മെന്റ് ഓഫ് AMC. ഓക്കെ, ടെലിവിഷൻ AMCയുടെ അഗേൻസ്റ്റ് നമുക്ക് അഡ്വാൻസ് കിട്ടി. സോ അത് സർവീസായി. ആനുവൽ മെയിൻ്റനൻസ് കോൺട്രാക്ട് ആണല്ലോ, ചാർജസ് ആണ്. ഓക്കെ, സോ ഓപ്ഷണൽ AMC. ഓക്കെ, സോ 50,000. സോ ഡൽഹിയിൽ നിന്നാണ് കിട്ടിയത്. സോ അഡ്വാൻസ് റിസീവ്ഡ് അഗേൻസ്റ്റ് AMC. okay, or towards AMC. Say എത്ര കിട്ടിയത്? 50,000. സോ അതെന്തായിരിക്കും വരുന്നത്? IGSTയുടെ ആപ്ലിക്കബിലിറ്റി ആയിരിക്കും എന്ത് വരുന്നത്? അവിടെ വരുന്നത്. ഓക്കെ, സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഇനി നമുക്ക് ഏതെങ്കിലും ഇതുണ്ടോ നോക്കാം. സേ ഐ ഓൾസോ റൈറ്റ് ഡൗൺ ദ സീരിയൽ നമ്പർ ഓവർ ഹിയർ. 1 2 3 4. ഓക്കെ, ഇല്ലാത്തത് മെൻഷൻ ചെയ്തോളൂ. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി ഉണ്ടാവും. ഓക്കെ, അത് 4 കഴിഞ്ഞല്ലോ. ഇനി ഇൻവേർട്ട് സപ്ലൈസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. കാരണം RCMനും കൂടി എന്ത് വരും? ലയബിലിറ്റി വരും. അതുകൂടി നമുക്ക് കൺസിഡർ ചെയ്യാം. Purchase of raw material from what? Purchase of Electro Enterprises, Ludhiana, പഞ്ചാബിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. സോ ഞാനിവിടെ എന്തിടാം? കമ്പ്യൂട്ടേഷൻ ഓഫ് വാട്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് എന്നിടാം. ഇവിടെ GST പേയബിൾ ഇടാം. സോ GST പേയബിൾ ഇടാം. കമ്പ്യൂട്ടേഷൻ ഓഫ് വാട്ട്? ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ഇടാം. കമ്പ്യൂട്ടേഷൻ ഓഫ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ്. സോ ഇവിടെ നമുക്ക് വാല്യൂ, സീരിയൽ നമ്പർ, IGST, CGST and all ഇങ്ങനെ വരും. സോ ഫസ്റ്റ് വൺ എന്താ? പർച്ചേസ് ചെയ്തു അല്ലെ? എന്താ പർച്ചേസ് ചെയ്തത്? പർച്ചേസ് ചെയ്ത് റോ മെറ്റീരിയൽ ഫ്രം ഇലക്ട്രോ ആണ്. പഞ്ചാബിൽ നിന്ന് തന്നെ CGST, SGST വരും അല്ലേ? സോ ഇൻവേർട്ട് സപ്ലൈസ്. ഓക്കെ, ഇൻവേർട്ട് സപ്ലൈസ് പർച്ചേസ് ഓഫ് സോ ആൻഡ് സോ 25 lakhs. ഓക്കെ, 25 lakhs. ഇസ് ദാറ്റ് ക്ലിയർ? സോ 9% ആണ് പഞ്ചാബിൽ നിന്ന് തന്നെ വാങ്ങിച്ചത്. ഇൻറ്റു 9/100. ഓക്കെ, ഫൈൻ. സോ അത് കഴിഞ്ഞു. സെക്കൻഡ് പോയിന്റ് എന്താ? ഫ്രൈറ്റ് പെയ്ഡ്. Good looking individually sad RCM. G for GTA. Okay, so let's see whether it's a GTA. Freight paid for transportation of television to Tembo on registered as GTA. Okay, good looking individually sad RCM. Okay, also learn what the recipient എങ്ങനെ കണ്ടുപിടിക്കും? Like Sir MSD came in GLA. Okay, അത് അറ്റൻഡ് ചെയ്യാത്തവർക്ക് ഇതെന്താന്ന് മനസ്സിലാവില്ല. അറ്റൻഡ് ചെയ്യുന്നവർക്ക് വേഗം പിക്ക് ചെയ്യാൻ പറ്റും. Is that clear? So sir, R എന്താ? ലാസ്റ്റ് വൺ R registered ആണ് അല്ലേ? So security, mobile property. Okay, R renting of ഇതിലേക്ക് വരും. Is that clear? So എന്താ പറയുക? റെസിഡൻഷ്യൽ ഇത് അല്ലേ? സോ R എന്താ? രജിസ്റ്റേർഡ് പേഴ്സൺ. സോ ഇത്ര സർവീസ് ആണെങ്കിൽ സർ അല്ലേ? R is ലാസ്റ്റ് ക്യാരക്ടർ ആൽഫബറ്റ്. സോ രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിലാണ് RCM വരുന്നത്. സോ ഇവിടെ ഫ്രൈറ്റ്. ഓക്കെ, സോ RCM ലയബിലിറ്റി വരും. സോ
ടെമ്പോ ഓണർ ഇഷ്യൂഡ് GST വിത്തൗട്ട് എനി ഇൻവോയ്സ്. സോ ഫോർവേഡ് ചാർജ് അല്ല വരുന്നത്, ഇവിടെ RCM ആണ് വരുന്നത്. സോ ഇവിടെ ഞാൻ 50,000 GTA സർവീസ് എന്ന് പറഞ്ഞിടാം. ബിക്കോസ് RCM നമുക്ക് ഇൻപുട്ട് കിട്ടും. ഓക്കെ, ബിക്കോസ് 2 subsection 60 അനുസരിച്ച് ഇൻപുട്ട് ടാക്സ് സ്ട്രാറ്റജി ഇൻക്ലൂഡ്സ് വാട്ട് RCM ഓൾസോ 50,000. ഇത് എവിടെ നിന്നാണ് ബില്ല് കിട്ടിയിരിക്കുന്നത്? പഞ്ചാബിൽ നിന്ന് തന്നെയാണ് അല്ലേ. സോ സെയിം 9% അപ്ലൈ ചെയ്യുന്നത് 2.5 ആണ്. 2.5 അപ്ലൈ. ഓക്കെ, ഫോർ ഓൾറെഡി കണ്ടു. ട്രാൻസ്പോർട്ടേഷൻ്റെ കേസിലാണെങ്കിൽ 2.5 ആണ് അപ്ലൈ ചെയ്യുന്നത് കണ്ടു. ഓക്കെ, ഫൈൻ. സോ തേർഡ് വൺ എന്താണ് കാണുന്നത്? സോ ഇവിടെ നമ്മൾക്ക് ലയബിലിറ്റിയും കൂടി വരും. ഇവിടെ എന്ത് വരും? ലയബിലിറ്റിയും കൂടി വരും. എന്തിന്റെ ലയബിലിറ്റിയാണ് വരുന്നത്? RCMന്റെ ലയബിലിറ്റിയും കൂടി വരും. സോ ഞാനിവിടെ കമ്പ്യൂട്ടേഷൻ ഓഫ് റിവേഴ്സ് ചാർജ് ലയബിലിറ്റിയും കൂടി ചെയ്യാം. ഓക്കെ, സോ ഏതായിരിക്കും വരുന്നത്? RCMന്റെ ലയബിലിറ്റി വരും, GTA സർവീസ്. ഓക്കെ, ഫൈൻ. ഈ ഒരു ലയബിലിറ്റിയും കൂടി വരും. സോ എപ്പോഴും സപ്ലയറിന് 2 ലയബിലിറ്റീസ് ആണ് ഉണ്ടാവുന്നത് അല്ലെ. എന്തൊക്കെ ലയബിലിറ്റീസ് ആണ് നമ്മൾ ഓൾറെഡി കണ്ടു. 2 subsection 82 RCM liability cannot be paid using what input tax credit, because by output tax definition does not include what excludes what output tax in the RCM liability illennulladellam nammal kandairunnu. Okay, fine. So moving over further, so this session is not to teach a new provision, it's all about the revision or recollecting where and all it's being said. Okay, paid rent of the factory service center, supplier unregistered ആയിരുന്നു കണ്ടോ. ഓക്കെ, ഫൈൻ. സോ ദിസ് വൺ വി ഹാവ് ഓൾറെഡി സീൻ. എന്താ പറയുക, റിവേഴ്സ് ചാർജിന്റെ ഇതിൽ നമ്മൾ കണ്ടായിരുന്നു. RCM, good looking usually sad because he's liable to pay RCM, R/5. Okay, recovery agent, renting of immobile property, residential. Okay, ഇതെല്ലാം നമ്മൾ കണ്ടായിരുന്നു അവിടെ. സോ ഇതിനും RCM ലയബിലിറ്റി വരും. സോ ഇവിടെയും ITCയും വരും. റെന്റിങ് ഓഫ് ഇമ്മോബിൾ പ്രോപ്പർട്ടി, ഫൈൻ. RCM എത്ര വരും? ഇറ്റ് ഇസ് 1,20,000 ആൻഡ് GST 9% വരും, 9% വരും. ഓക്കെ, പക്ഷെ ഇത് എവിടെയാണ് പ്രോപ്പർട്ടി? സോ രാകേഷ് അത്രയാണ് പറഞ്ഞിരിക്കുന്നത്. സോ ലെറ്റ്സ് കൺസിഡർ that's what CGST and SGST. Fine. All right. So moving further, security services. Okay, fine. Good looking individually sad. Sponsorship service, security service. Is that clear? Receipt from security services, sole proprietary concern, registered under composition scheme. Okay, നമ്മളവിടെ കൃത്യമായിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടായിരുന്നു. ചാർജിന്റെ ചാപ്റ്ററിലായിരുന്നു നമ്മൾ നോക്കിയത്. സോ just second. So charge, I'll take charge. Charge you can see over here security services. Okay, so ഞാൻ ചുമ്മാ പറയുന്നതല്ല, നമ്മളുടെ പോക്കറ്റ് ബുക്കിന്റെ യൂസ് ഒക്കെ നന്നായിട്ട് ചെയ്യാൻ കണ്ടോ. ഇറ്റ്സ് ഓൾ ബേസ്ഡ് ഓൺ തിയറീസ്. ഓക്കെ, ഫൈൻ. സെക്യൂരിറ്റി സർവീസസ് ഇപ്പോൾ റെസിപ്പിയന്റ് രജിസ്റ്റേർഡ് പേഴ്സൺ ആണെങ്കിൽ RCM വരും. ഓക്കെ, പക്ഷേ RCM is not applicable if the recipient is registered only for TDS and in case of what composition dealers. So you can see here recipient composition dealer ആണെങ്കിലാണ്. So you can see here supplier ആണ് ഇവിടെ composition dealer ആയിട്ട് കൺഫ്യൂസ് ചെയ്യിപ്പിക്കാൻ തരുന്ന പോയിന്റ്സ് കണ്ടോ. സോ പഞ്ചാബ് തന്നെയാണ്. സോ RCMന്റെ ആപ്ലിക്കബിലിറ്റി വരും 25,000. ഓക്കെ, security services 25,000. all right, so we are done. So ഇവിടെയും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. all right, so we are done with the RCM liability also. പിന്നെ എന്താ ഉള്ളത്? കുറച്ചൊരു ഡീറ്റെയിൽസ് തന്നിട്ട് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്? നിവേദ്യ പ്രൈവറ്റ് ലിമിറ്റഡ് പ്രൊവൈഡഡ് ദ ഫോളോയിങ് അഡീഷണൽ ഇൻഫർമേഷൻ. പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഇൻക്ലൂഡ് raw material of 1,20,000 which was purchased on 10th March 2024. ഇത് ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ്? 10th March 2024 എന്ന് പറയുന്നത് 25 എന്ന് പറയുന്നത് 2024-25 ഫിനാൻഷ്യൽ ഇയർ ആണ്. അന്ന് വാങ്ങിച്ചു. ഓക്കെ, ബട്ട് ദ ഇൻവോയ്സസ് വർ അപ്ലോഡഡ് ഇൻ GSTR 1 on when 18th November 2025 അപ്ലോഡ് ചെയ്തത്. സേ 24-25 അല്ലേ ഫിനാൻഷ്യൽ ഇയർ. സോ ദാറ്റ് ഇസ് when 31st March 2025 അല്ലേ. അപ്പൊ എന്നത്തേക്കുള്ളിൽ സപ്ലയർ അപ്ഡേറ്റ് ചെയ്യണമായിരുന്നു? ഓൺ ഓർ ബിഫോർ 30th November 2025 or on or before 30th November 2024 or what, or say date of filing and return whichever is earlier. But the invoices were uploaded on 18th November ആണ് അപ്ലോഡ് ചെയ്തത്. ഓക്കെ, അപ്പൊ കുഴപ്പമുണ്ടോ? അപ്പോൾ ടെക്നിക്കലി സ്പീക്കിംഗ് അത് GSTR 2Bയിൽ വരുമെന്നുള്ളതൊക്കെ വേറെ കാര്യമുണ്ട്. Such details have been communicated to the recipient in 2B. 2Bയിൽ കമ്മ്യൂണിക്കേറ്റും ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്ര സമയം ഉണ്ടല്ലോ ITC ക്ലെയിം ചെയ്യാൻ 30th November വരെ. അപ്പൊ ഇത് എലിജിബിൾ ITC ആണെന്നുള്ളതാണ് ചോദ്യം. എലിജിബിൾ ITC ആണ്. അപ്പോ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ ഇൻക്ലൂഡ്സ് 1,20,000. എന്താണ് പർച്ചേസ് ഓഫ് റോ മെറ്റീരിയൽ? സോ യു ക്യാൻ സീ ഹിയർ
ഈ പർച്ചേസ് ഓഫ് റോ മെറ്റീരിയലിനകത്ത് ഓൾറെഡി 1,20,000 ഉണ്ട്. അപ്പൊ അത് എലിജിബിൾ ITC ആണ്. കാരണം ഒരു ഫിനാൻഷ്യൽ ഇയർ കഴിഞ്ഞിട്ട് നമുക്ക് എന്ന് വരെ ക്ലെയിം ചെയ്യാം ITC? 30th November ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ക്ലെയിം ചെയ്യാം. എന്നേ ഇത് കഴിഞ്ഞിട്ടുള്ളൂ? 18th November വരെ ആയിട്ടുള്ളൂ. അപ്പൊ നമുക്കിത് ക്ലെയിമബിൾ ആണ്. നമ്മൾ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സേ ഇത് 18th December ആയിരുന്നെങ്കിൽ നമുക്കിത് ഇൻഎലിജിബിൾ ആയി പോയാനെ. ഓക്കെ ഫൈൻ, ബിക്കോസ് കട്ട് ഓഫ് ഡേറ്റ് എന്ന് പറയുന്നത് 30th November ആണ്. ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ, സോ ക്രെഡിറ്റ് നോട്ട് ഓഫ് 80,000 വാസ് ഇഷ്യൂഡ് ഓൺ 30th November 2025. 25ൽ ഇഷ്യൂ ചെയ്തത് ടു Mrs. Shine Electronics against an invoice issued when on 10th March 2024ലാണ് എന്ത് ചെയ്തത്? ക്രെഡിറ്റ് നോട്ട്. സോ ആക്ച്വലി ഇൻവോയ്സ് ഇഷ്യൂ ചെയ്തിട്ട് ലാസ്റ്റ് ഡേറ്റ് ടു ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് എന്ന് പറയുന്നതും 30th November ഓഫ് നെക്സ്റ്റ് ഫിനാൻഷ്യൽ ഇയർ ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആൻഡ് റിട്ടേൺ വിച്ച് ഈസ് earlier ആണ്. ഇവിടെ ഏത് ഫിനാൻഷ്യൽ ഇയർ ആണ്? FY 2023-24 ആണ്. ഓക്കെ, സോ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ടു ഇഷ്യൂ ക്രെഡിറ്റ് നോട്ട് ഏതായിരുന്നു? 30th November 2024 ആയിരുന്നു. ഓർ ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഈസ് earlier ആയിരുന്നു. ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ വിച്ച് എവർ ഈസ് earlier ആയിരുന്നു. പക്ഷെ ഇവിടെ എന്നാണ് പെർട്ടൈനിങ് ടു 23-24ന്റെ ക്രെഡിറ്റ് നോട്ട് എന്നാ ഇഷ്യൂ ചെയ്തത്? ഇൻവോയ്സ് പെർട്ടൈനിങ് ടു 23-24ന്റെ ക്രെഡിറ്റ് നോട്ട് ഇഷ്യൂ ചെയ്തത് 30th November 2024 25ലാണ് ഇഷ്യൂ ചെയ്തത്. സോ ടൈം ലിമിറ്റ് എന്ത് ചെയ്തു? കഴിഞ്ഞ് പോയി. ഓക്കെ, കഴിഞ്ഞു പോയി. അപ്പൊ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? അത് നമ്മൾക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, ക്രെഡിറ്റ് നോട്ട് ഓഫ് 80,000 വാസ് ഇഷ്യൂഡ് ഓൺ. അപ്പൊ നമുക്ക് ടാക്സബിൾ സപ്ലൈ എന്നത് കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. ഓക്കെ, വാസ് ഇഷ്യൂഡ് ഓൺ 30th November to Shine Electronics against invoice. ഓക്കെ, against invoice of 4,20,000. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? ടൈം ലിമിറ്റ് കഴിഞ്ഞു പോയി, ഇട്ടാണ് ഇഷ്യൂ ചെയ്തത്. അപ്പൊ നമുക്കത് കുറക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ചോദ്യം. സോ നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ആനുവൽ റിട്ടേണും കാര്യങ്ങളൊക്കെ ആയിട്ട് തന്നിട്ടുണ്ട്. ഡേറ്റ് ഓഫ് ഫയലിംഗ് ആനുവൽ റിട്ടേൺ. പക്ഷെ ആനുവൽ റിട്ടേൺ ഇവിടെ എന്നാ ഫയൽ ചെയ്തത്? വളരെ ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. 24-25ന്റെ 30th October 2025ലാണ് ഫയൽ ചെയ്തത്. കണ്ടോ? അപ്പൊ നമ്മളിവിടെ പറഞ്ഞ ആൻസർ മാറിപ്പോയി. ഇവിടെ എന്നാണ് അപ്ലോഡ് ചെയ്തത്? 18th November 2025ലാണ് അപ്ലോഡ് ചെയ്തത് അല്ലെ? വിച്ച് എവർ ഈസ് earlier എന്ന് പറയുമ്പോൾ ഏതായി? 30th November 2025 ഓർ 30th October 2025. അപ്പൊ ലാപ്സ് ആയി പോയി. അപ്പൊ ഈ ക്രെഡിറ്റ് ക്ലെയിം ചെയ്യാനായിട്ട് പറ്റില്ല. വൈ? ബിക്കോസ് ഈ കട്ട് ഓഫ് ഡേറ്റിന് ശേഷമാണ്, വിച്ച് എവർ ഈസ് earlier അല്ല, ഈ കട്ട് ഓഫ് ഡേറ്റിന് ശേഷമാണ് അപ്ലോഡിംഗ് നടന്നിരിക്കുന്നത്. സോ അത് ലാപ്സ് ആവും. സോ 1,20,000 ഇനെലിജിബിൾ ആവും. ഈ ക്രെഡിറ്റ് നോട്ട് നമുക്ക് ഔട്ട്പുട്ട് ടാക്സിൽ നിന്ന് കുറക്കാനും പറ്റില്ല. സോ ഇതാണ് രണ്ട് അഡ്ജസ്റ്റ്മെന്റ്സ് ഉള്ളത്. നമ്മുടെ കഴിഞ്ഞു. അപ്പോൾ 1,20,000 നമുക്ക് ഇനെലിജിബിൾ ആയിട്ട് വരികയും ചെയ്യും. അപ്പോൾ ഇവിടെ ITCയുടെ അകത്ത് 1,20,000 നമുക്ക് ഇനെലിജിബിൾ ആയിട്ട് വരും. ഓക്കെ ഫൈൻ. കാര്യം എന്താണ്? അത് ITC അപ്ലോഡ് ചെയ്ത ഒരു ഇൻവോയ്സ് അപ്ലോഡ് ചെയ്തതിന് ശേഷമായിരുന്നു. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. സോ നമുക്കൊന്ന് ആൻസേഴ്സ് നോക്കാം, എങ്ങനെയാണ് അതിൻ്റെ ഒരു വർക്കിങ്ങും കാര്യങ്ങളെന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. സോ നമ്മളിപ്പോൾ ചെയ്തതിൻ്റെ ആൻസറും കൂടി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. കമ്പ്യൂട്ടേഷൻ ഓഫ് GST ലയബിലിറ്റി. സോ ഹിയർ വി വിൽ ജസ്റ്റ് റൈറ്റ് ഡൗൺ ടോട്ടൽ എടുക്കാം. 1,80,000, 1,80,000, 1,00,000 ഔട്ട്പുട്ട് ടാക്സ്. ഓക്കെ ഫൈൻ. സോ നമുക്ക് ആൻസർ ഒന്ന് ചെക്ക് ചെയ്യാം. സോ ഇറ്റ് കംസ് ടു സേ 1,80,000, 1,89,000. ഫൈൻ, ക്ലിയർ. സോ ഇവിടെ നമുക്ക് എന്താ പറയുക, ഇതിൻ്റെ ഇവിടെ you can write down the notification number. Okay, notification number 66/2017 അനുസരിച്ചാണ് ഇല്ലാത്തതെന്ന് എഴുതാം. Okay, here you can write down this schedule 1 read with section or section 7 subsection 1 clause C, section 7 subsection 1 clause C, read with schedule 1 എന്ന് പറഞ്ഞിട്ട് schedule 1 എന്ന് പറഞ്ഞിട്ട് ഇടാവുന്നതാണ്. Okay, if it is interstate stock transfer, it shall be considered as what? Considered as supply. Okay, is that clear? So അവിടെ തന്നെ നോട്ട്സ് എഴുതി പോകുന്നതുകൊണ്ട് സെപ്പറേറ്റ് നോട്ട്സ് കൊടുക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് ഇസ് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റിന്റെ ടോട്ടൽ ആണ്, ഒരു RCMന്റെ ടോട്ടൽ നമുക്ക് നോക്കാം. സോ റിവേഴ്സ് ചാർജ് ലയബിലിറ്റിയുടെ 14,300. Okay, so you can see here 14,300. Okay, നെറ്റ് ടാക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞെങ്കിൽ എന്ത് ചെയ്യും? ITCയിലൊക്കെ ഓൾറെഡി RCM എടുത്തിട്ടുണ്ട്. ഔട്ട്പുട്ട് ടാക്സും സെയിൽസിലെ ഔട്ട്പുട്ട് ടാക്സും RCM ലയബിലിറ്റിയും കൂടി ആഡ് ചെയ്തിട്ട് ITC നെറ്റ് ഓഫ് ചെയ്താൽ മതി. ആൻഡ് ലാസ്റ്റ് വൺ ഇസ് വാട്ട്? കമ്പ്യൂട്ടേഷൻ ഓഫ് നെറ്റ് ITC ആണ് എടുക്കേണ്ടത്. സോ ലെറ്റ് സീ ദ ആൻസർ ഫോർ ദാറ്റ് വൺ. 2,28,500, 2,28,500. Let's see the answer. 2,28,500, 2,00,000. So it's very easy. Okay, നിങ്ങൾ വിചാരിക്കുന്നത് കോംപ്ലിക്കേറ്റഡ് അല്ല, വലിയതാണ്, പക്ഷേ കാര്യം ചെറുതാണ്. Is that clear? So keep on revising with the pocket book. So pocket bookലേക്ക് റിഫൈൻ ചെയ്യുക, ലാസ്റ്റ് റിവിഷൻ പ്രോബ്ലംസ് നോക്കുക. Is that clear? Okay, fine. So it's CA. ചിലപ്പോൾ എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേറ്റഡ് ചോദിച്ചേക്കാം. That we can't do anything. Okay, ഇവിടെ 25 lakhs and 1,20,000 ഇട്ടിരിക്കുന്നത്.
ഇവിടെ പക്ഷേ നെറ്റ് ഓഫ് ചെയ്തിട്ടാണ് എടുത്തിരിക്കുന്നത് 23,80,000. That's it. Is that clear? So let's move on to the next query. So let's see question number 7 from the revision test paper. Jitendra, this is related to exemptions. Okay, this is related to exemption. Mr. Jitendra engaged in providing various services of 12 bar 2017 notification number. അല്ലേ നമ്മൾ AI video through കണ്ടൊരു കാര്യമാണ്. Let's see. Is registered as regular taxpayer under GST. He furnished the following information. So various output transactions എല്ലാം തന്നിട്ടുണ്ട്. So rent received from renting of land for fishing, agriculture purpose ആണ്. ഫിഷിംഗ് എന്ന് വെച്ചാൽ ഫാമിംഗ്, അഗ്രികൾച്ചർ അല്ലേ. സോ മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ് വിത്ത് ഗോഡ്. ഓക്കെ, എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. ഓക്കെ, ഫൈൻ. മെയിൻറ്റെയിൻ റിലേഷൻഷിപ്പ്. ഓക്കെ, റിലേഷൻഷിപ്പിലെ എന്തായിരുന്നു? അഗ്രികൾച്ചർ ആയിരുന്നു. സോ ഫിഷ് ഫാമിംഗ് എന്ന് വെച്ചാൽ അഗ്രികൾച്ചർ ആണ്. സോ അത് എക്സംഷൻ കാറ്റഗറിയിലോട്ട് വരും. ഇസ് ദാറ്റ് ക്ലിയർ? ഓക്കെ, ഫൈൻ. സോ പേർപ്പിളുണ്ട് അല്ലേ, ഫാം ലേബേഴ്സ്. സോ എല്ലാം നിങ്ങൾ കീപ്പ് ഓൺ റിവൈസിങ്. സോ ഇങ്ങനെ ഇത്രയും റിഫ്ലക്സ് ആക്ഷൻ വരണം ഈ ബുക്കിനകത്ത്, ശരിയല്ലേ? സോ അഗ്രികൾച്ചർ ആക്ടിവിറ്റീസ് എല്ലാം, ഓപ്പറേഷൻസ് എന്താണ്? അഗ്രികൾച്ചർ ഫാം ഇറ്റ് ഈസ് എക്സംപ്റ്റ്. ഓക്കെ, സോ അതിന് എന്തില്ല? ബാധകമല്ല, GST ബാധകമല്ല. സോ നമുക്ക് ഇവിടെ എടുത്തിട്ട് സേ ഫോർ എക്സാമ്പിൾ എന്താ കമ്പ്യൂട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? യു ആർ റിക്വയർഡ് ടു കമ്പ്യൂട്ട് എമൗണ്ട് ഓഫ് ടാക്സിബിൾ സപ്ലൈ ആണ്. സോ യു ഹാവ് ടു റൈറ്റ് ദ ഹെഡിങ് കമ്പ്യൂട്ടേഷൻ ഓഫ് ടാക്സിബിൾ സപ്ലൈ ഓഫ് ജിജേന്ദ്ര അല്ലേ. സോ ഞാൻ pardon if the name is like different, Jitendra alle, Jitendra so and so financial year compute cheyana paranjirikkunne. Okay, so Jitendra. Okay, so financial year for the financial 2024-25. Is that clear? So എന്നിട്ട് എന്ത് ചെയ്യണം? സീരിയൽ നമ്പർ കൊടുക്കാം. ഓക്കെ, പെർട്ടിക്കുലേഴ്സ്, ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, പെർട്ടിക്കുലേഴ്സ്, then amount. Okay, fine. So GST ഒന്നും പറഞ്ഞിട്ടില്ല. So let's see fish farming. ഞാനപ്പോൾ കംപ്ലീറ്റ്ലി ഒന്നും എഴുതുന്നില്ല. യു ഹാവ് ടു റൈറ്റ് ദ നോട്ടിഫിക്കേഷൻ നമ്പർ. ഓക്കെ, നോട്ടിഫിക്കേഷൻ നമ്പർ 12 bar 2017. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? അതാണ് എക്സംഷൻ നോട്ടിഫിക്കേഷൻ അല്ലേ. സോ ഇതൊന്നും വരില്ല, ടാക്സബിൾ അല്ല, നില്ലാണ്. അടുത്തത് എന്താ പറഞ്ഞിരിക്കുന്നത്? നെക്സ്റ്റ് വൺ ഇസ് റിസീവ്ഡ് പ്രൈസ് ലിങ്ക് സബ്സിഡി ഫ്രം മിസസ് ഹാപ്പി രജിസ്റ്റേർഡ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്നാണ് എന്ത് കിട്ടിയത്? സബ്സിഡി കിട്ടിയിരിക്കുന്നത്. സോ വാല്യൂ ഓഫ് സപ്ലൈ CA ലിപ്സ്റ്റിക്കിൽ എസ് എന്താണ്? SC സബ്സിഡി റിസീവ് ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്, സെൻട്രൽ ഗവൺമെന്റ് ടാക്സബിൾ അല്ല. പക്ഷേ ഇത് ചാരിറ്റബിൾ ട്രസ്റ്റ് ആണ്. സോ ഇറ്റ് ബിക്കംസ് വാട്ട്? സബ്സിഡി. ഓക്കെ, യു ഹാവ് ടു റൈറ്റ് വാട്ട് സബ്സിഡി. യു ഹാവ് ടു റൈറ്റ് സെക്ഷൻ 15 ഓൾസോ CA ലിപ്സ്റ്റിക്കിന്റെ. ഇസ് ദാറ്റ് ക്ലിയർ? സോ ഇങ്ങനെയാണ് റിഫ്ലെക്സ് ആക്ഷൻ എന്ത് ചെയ്യാനായിട്ട്, വർക്ക് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് വൺ ഇസ് പ്രൊവൈഡിംഗ് സർവീസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി find future recognized educational institution for conducting an entrance examination for admission okay to educational institution നടത്താനായിട്ടുള്ള ഒരു ഇതാണ് കണ്ടത്. അപ്പോൾ നമ്മൾ അഡ്മിഷൻ കണ്ടിട്ടില്ലേ? അഡ്മിഷൻ, സ്കൂൾ ഫീസ്. ഓക്കെ, സ്കൂൾ ഫീസ്. ഇസ് ദാറ്റ് ക്ലിയർ? അവിടെ കൃത്യമായിട്ട് ആ പോയിന്റിന്റെ കാര്യം എന്ത് ചെയ്യുന്നുണ്ട്? പറയുന്നുണ്ട് സ്കൂൾ ഫീസിൽ. സ്കൂൾ. ഓക്കെ, സോ ഓവർ ഹിയർ ഇറ്റ്സ് ബീങ് സെഡ് അഡ്മിഷൻ. ഓക്കെ, സെക്കൻഡ്. ഓക്കെ, ഫീസ്. നമ്മളുടെ ഫസ്റ്റ് മന്ത് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ഫസ്റ്റ് ഇതിൽ തന്നെ പറയുന്ന ഒരു പോയിന്റ് ആണ്. ഓവർ ഹിയർ വി ക്യാൻ സീ ക്ലിയർലി ഫീസ്, അഡ്മിഷൻ ഓർ കണ്ടക്ട് ഓഫ് എക്സാമിനേഷൻ. ഓക്കെ, ഫൈൻ, ടു എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. ആ പോയിന്റിന്റെ ഡിസ്കഷൻ ആണ് ഇവിടെ എന്ത് വന്നിരിക്കുന്നത്? പ്രൊവൈഡിംഗ് സർവീസസ് ആസ് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ടു ഫ്യൂച്ചർ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ കണ്ടക്ടിങ് എൻട്രൻസ് എക്സാമിനേഷൻ ഫോർ അഡ്മിഷൻ. ഓക്കെ, so admission. Okay, so exempt category in the varum. So that one is also what? Exempt. Admission, so exempt. So fourth one is providing service by preconditioning or ripening, waxing. എന്തായിട്ട് പോയത് കാണാനായിട്ട് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആയിട്ടാണ് എന്ത് ചെയ്തത്? കാണാനായിട്ട് പോയത് അല്ലേ. സോ റൈപ്പനിങ്, ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ആണ് കാണാൻ പോയത് അല്ലേ. സോ ദിസ് വൺ ഇസ് ദ എൻട്രി. So that one is exempt. Okay, so ഇതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. സ്റ്റോറേജ് വെയർ ഹൗസിംഗ്. സോ എവിടെ നിന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. സോ ദാറ്റ്സ് വൈ ഐ ഓൾവേസ് സേ കീപ്പ് ഓൺ റിവൈസിങ്. ഓക്കെ, അപ്പോഴേ റിവൈസ് ചെയ്തവർക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ ഇതുവരെ പറ്റിയിട്ടുള്ളൂ. ഓക്കെ, ഫൈൻ. സോ സീരിയൽസ്, പൾസസ്, ഇതും ഒന്ന് ഓർത്ത് വയ്ക്കുക. സോ ദിസ് ഈസ് ഓൾസോ വാട്ട്? എക്സെപ്റ്റ്. ഫ്രൂട്ട്സ് റൈപ്പനിങ്. ഇസ് ദാറ്റ് ക്ലിയർ? എക്സെപ്റ്റ്. ആൻഡ് ഡയറക്റ്റ് ആണ് ചോദിക്കുന്നത്, ഡയറക്റ്റ്. ഓക്കെ, സോ പക്ഷെ ഇത് റിക്കളക്ട് ചെയ്യണം, അതിനകത്താണ് ഇമ്പോർട്ടൻസ് ഇരിക്കുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വൺ ഇസ് വാട്ട്? ലാസ്റ്റ് വൺ. പ്രൊവൈഡിങ് റൂംസ് ഹാവിംഗ് റൂംസ് 4,500 per day ഹെൽത്ത് കെയർ സർവീസസ്. സോ 5,000 എബവ് ആണെങ്കിലാണ് ടാക്സബിൾ അല്ലേ.
So 4,500 per day ആണെങ്കിൽ എന്താണ് എക്സംഷൻ ഉണ്ട്. So we can see over here ഹോസ്പിറ്റൽസിന്റെ കേസിലാണെങ്കിൽ എന്താണ് 5,000. സോ 5,000 ഒരു കാര്യം പറയുന്നുണ്ട്. സോ ICCU, NICU എന്നെല്ലാം പറയണം കേട്ടോ. Exceeding 5,000 എന്തായിരിക്കും, however above exemption shall not apply the room exceeding. സോ അതുകൊണ്ട് ഇത്രയും റിഫ്ലെക്സ് ആക്ഷനിൽ എന്ത് ചെയ്യണം, നമുക്കത് വരണം എന്നുള്ളതാണ്. സോ ദിസ് ഇസ് 4,500 ഉള്ളൂ. സോ ദാറ്റ് ഇസ് വാട്ട് exempt. ഓക്കെ, rooms up to 4,000 rupees, 4,500 room rent exempt. So taxable value എത്രയാവും in total? It comes to 2 lakhs. Let's see the answer. So 7th one in the answer, I'm going to check here, 2 lakhs. Is that clear? Okay, fine. So educational service with national testing, conduct of entrance examination, education exempt from service. Okay, fine. So now let's move on to the next. So keep on time spend ചെയ്യണം. ഇപ്പൊ ഞാൻ റെക്കോർഡിംഗ് തന്നെ ഇരുന്നിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നില്ലേ? So is that clear? Time spend ചെയ്യേണ്ടത് നടക്കില്ല. It will not happen. Okay, so you know your ikigai, and what is the next thing? You know the purpose to qualify CA Inter, right? So now next thing, what is required? Effort. ഈ റെക്കോർഡ് ചെയ്യുന്നതിൽ എഫേർട്ട് ഇല്ലേ? ഇസ് ദാറ്റ് ക്ലിയർ? സോ കീപ്പ് ഓൺ. അതുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് മാക്സിമം പ്രോബ്ലംസ് ചെയ്യാനായിട്ട് ആവശ്യം. ഞങ്ങൾ പഠിച്ചിരുന്ന സമയത്ത് ആക്ച്വലി ടീച്ചേഴ്സ് പറയും ഇത് നോക്കണം ആൻഡ് വിൽ ജസ്റ്റ് കീപ്പ് ഓൺ ഡൂയിങ്. ഓക്കെ, ആ എഫേർട്ട് ഉണ്ടാവണം. ഓക്കെ, ഇസ് ദാറ്റ് ക്ലിയർ? സോ ലെറ്റ്സ് മൂവ് ടു നെക്സ്റ്റ് ക്വറി. സോ നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 8 നോക്കാം എങ്ങനെയാണെന്നുള്ളത്. എക്സാമിൻ ദി ടാക്സിബിലിറ്റി ഓഫ് സപ്ലൈസ്. ആർട്ടിക്കിൾ ഒരു ചോദ്യം പോലും ഇടാൻ പാടില്ല കേട്ടോ. സോ ചിലപ്പോൾ ഡയറക്ട്ലി ആയിരിക്കാം ചോദിക്കുന്നത്. ഓക്കെ, ഞാനൊക്കെ എഴുതിയ അറ്റംപ്റ്റിൽ ഡയറക്ട്ലി 2 ക്വസ്റ്റ്യൻ വരെയൊക്കെ ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, so examine the taxability of supplies in different cases, so and so, brief reasons. Okay, services of health insurance provided by Health and Bless Insurance Company to Krish Skincare and his family. വ്യക്തിക്കാണ് കൊടുത്തേക്കുന്നത്, ഇൻഡിവിജ്വൽ. അപ്പോൾ ഇപ്പോൾ എക്സംഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഓക്കെ, സോ ഇതിപ്പോൾ എക്സംപ്റ്റഡ് ആണ്. അപ്പോൾ 22nd സെപ്റ്റംബറിൽ കുറേ എക്സംഷൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇൻഷുറൻസ് എക്സംപ്റ്റ് ആണ്, നിങ്ങൾ ടി വിയിലെല്ലാം കണ്ടതുണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ അമെൻമെന്റ് പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അല്ലേ? So this is exempt. Okay, so that's a point of discussion. Taxable alla ennalladana discussion point. Taxability of supplies. So this is not taxable. Services health insurance are provided insurer to insured. Okay, is not group aanengil it will become taxable. Okay, fine. Further, this exemption is applicable to contract of insurance where insured is an individual insured. So insured is are insured ode Krish Kinnear aana insured alle or individual or family. Okay, so family includes what? Insured family definition correct ആയിട്ടാണ് ഓർത്തിരിക്കുന്നത്. എന്താണെന്ന് includes all individual insured as family in the contract of insurance. Thus, services provided by insurance company to Krish Kinnear and family exempt from GST. So next one, let's see. A1 hostel provided accommodation services having value of supply equal to 20,000 per month per person. Okay, for a continuous period of what? 180 days. Okay, എന്താണ് നമ്മൾ എക്സംഷൻ ചാപ്റ്ററിൽ പഠിച്ചത്? എത്ര ദിവസം ആണെങ്കിലാണ് ഹോസ്റ്റൽ ചൂണ്ടിക്കാണിക്കുന്നില്ലേ, ഹോസ്റ്റൽ എന്ന് പറഞ്ഞിട്ട്, അതാണ് എക്സംഷൻ പോയിന്റ്. ഓക്കെ, സോ 20,000 പെർ മന്ത് പെർ പേഴ്സൺ, 90 കണ്ടിന്യൂസ് ഡേയ്സ് താമസിച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ടെന്നുള്ളതാണ് നമ്മൾ കണ്ടത്. ഓക്കെ, 90 കണ്ടിന്യൂസ് ഡേയ്സ് താമസിച്ചിട്ടുണ്ടെങ്കിൽ എക്സംഷൻ ഉണ്ട് എന്നുള്ളതാണ് കണ്ടത്. ഓക്കെ, ഫൈൻ. സോ ലെറ്റ് സി ഓവർ ഹിയർ. എല്ലാം നമ്മൾ ചാർട്ട് വെച്ചിട്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കണ്ടിട്ടുണ്ടായത്. 20,000 per month per person. Okay, for a continuous period of 90 days. എല്ലാ കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്തില്ല. ഇവിടെ നമുക്ക് നോക്കാം. 20,000 per month per person, 90 ഡേയ്സിന് കൂടുതലുണ്ട്, 180 ഡേയ്സ് ഉണ്ട്. സോ ഇതും എക്സംപ്റ്റഡ് സർവീസ് കാറ്റഗറിയിലേക്ക് വരും. ഇതിനും ടാക്സബിലിറ്റി ഇല്ല. ഓക്കെ, സോ ലെറ്റ്സ് ലീവ് ദ കൺക്ലൂഷൻ. സോ thus Pranav says they are for continuous period of 180 days what is exempt. Is that clear? So അതും കഴിഞ്ഞു. സോ only thing is you have to take that strain and pain. ഞാനിവിടെ വന്നിരുന്ന് റെക്കോർഡ് ചെയ്തില്ലെങ്കിൽ ഇങ്ങനെ റെക്കോർഡ് ചെയ്യാൻ പറ്റില്ല. സോ എഫേർട്ട് ഇസ് റിക്വയർഡ്. ദ പർപ്പസ് ഇസ് വെരി മച്ച് ക്ലിയർ. ഇത് റെക്കോർഡ് ചെയ്ത് നിങ്ങളിലേക്ക് തരിക എന്നുള്ളത്. നെക്സ്റ്റ് തിങ് ഇസ് വാട്ട്? effort. If I'm not putting this effort, having a purpose, whether that purpose have got any value, no value at all. So in order to reach that or accomplish that purpose, we have to put effort. Simple. ഏത് രാജ്യം ഏത് എവിടെ എടുത്തു കഴിഞ്ഞാലും this is a principle. Okay, fine. So moving on to the question number 9. Determine the time of supply of the following transaction. Time of supply ആണ് determine ചെയ്യേണ്ടത്. So Janvi Event Management registered. So service entity ആണ്. A registered firm is engaged in സോ എന്താ പർപ്പസ് എന്ന് ആദ്യം തന്നെ അറിയണം. അപ്പോൾ നമുക്ക് ഫിൽട്ടർ ചെയ്ത് ആ സെക്ഷൻ നമ്പറിലേക്ക് കൊണ്ടുപോകും. ഇപ്പോൾ ടൈം ഓഫ് സപ്ലൈ ആയില്ലേ, സെക്ഷൻ നമ്പർ 12 and 13. അപ്പോൾ ഇവിടെ സർവീസ് ആണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ സെക്ഷൻ നമ്പർ 13 ആയി. ഇസ് ദാറ്റ് ക്ലിയർ? എ രജിസ്റ്റേർഡ് ഫേം ഇസ് എൻഗേജ്ഡ് ഇൻ ദ ബിസിനസ്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സോ സെക്ഷൻസോ ഒന്നും ഓർക്കേണ്ട ആവശ്യമില്ല ആ സമയത്ത്. ബിസിനസ് ഇവന്റ് മാനേജ്മെന്റ് മിസ്റ്റർ ജസ്ബീർ ഹയർഡ് ജാൻവി ഇവന്റ് മാനേജ്മെന്റ് ഹയർ ചെയ്തു on 1st February 2025. Okay,
So hire ചെയ്തു നമുക്ക് ജസ്റ്റ് ഒന്ന് ബ്രീഫ് ചെയ്യാം. ഹയർ ചെയ്തു, ഹയർ January on say 1st February 2025 അല്ലേ? To organize event to be held on when our function നടക്കാൻ പോകുന്നത് ഫംഗ്ഷൻ ഡേറ്റ് എന്ന 14 February 2000 വാലന്റൈൻസ് ഡേ അല്ലേ? 2025. ഒരു ടോട്ടൽ കൺസിഡറേഷൻ ഓഫ് എത്രയാ, ടോട്ടൽ വാല്യൂ എത്രയാ, ഞാൻ ജസ്റ്റ് അങ്ങനെ ഇടുന്നുള്ളൂ, 3 lakhs. ഓക്കെ, 3 lakhs. സെക്ഷൻ റെഫറൻസ് വരേണ്ടത് 13 ആണ്. ഓക്കെ, so Mr. Jasbir paid 25,000 as booking amount advance ആയിട്ട് കൊടുത്തു 4th February. ഓക്കെ, സോ അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, അഡ്വാൻസ് എമൗണ്ട് എത്രയാണ്, 25,000 ആണ് അഡ്വാൻസ് കൊടുത്തത്. when that advance has been given, advance has been given on 4th February. Okay, 4th February 2020. സർവീസ് അല്ലേ, അഡ്വാൻസ് കിട്ടിയില്ലേ, അപ്പോൾ 25,000 ടൈം ഓഫ് സപ്ലൈ കിട്ടി കഴിഞ്ഞു 4th February. മാനേജർ ഇഷ്യൂഡ് ബില്ല് എന്നാ കൊടുത്തത്, ബില്ല് കൊടുത്തത് 12th മാർച്ചിനാണ് കൊടുത്തത്. ഓക്കെ, സോ എപ്പോഴാണ് ഇൻവോയ്സ് ഇഷ്യൂ ചെയ്യുന്നത്, ഐ സി ഡോർ. ഓക്കെ, സോ I hope you remember IC door, right? Whether invoice issued within 30 days, yes. So invoice date should be considered. So even another 14th February, invoice date enna 12th March lana invoice issue. Okay, so is that issued within 30 days ennallana chodyam. Whether February എത്ര ദിവസം ഉണ്ടെങ്കിൽ ഫംഗ്ഷൻ ഇവന്റ് ഹെൽഡ് അന്നാണ്, ഫെബ്രുവരിയിൽ അപ്പോൾ ഇനി 14 ഡേയ്സും കൂടി ഉണ്ട്. സോ 16 അല്ലേ, അപ്പോഴേ 30 ഡേയ്സ് ആവുള്ളൂ. സോ 16th March ആവുമ്പോഴേ 30 ഡേയ്സ് ആവുള്ളൂ. സോ ഇൻവോയ്സ് ഇഷ്യൂഡ് വിത്തിൻ 30 ഡേയ്സ്, ദാറ്റ് ഇസ് ബിഫോർ 16th of March. ഓക്കെ, സോ IC ഡോർ എടുത്താൽ മതി അല്ലേ. സോ ഇൻവോയ്സ് ഡേറ്റ് ഓർ ഡേറ്റ് ഓഫ് കംപ്ലീഷൻ വിച്ച് ഡേറ്റ് ഓഫ് റെസിപ്റ്റ് വിച്ച് ഓർ ഇസ് earlier. സോ ബാലൻസ് എമൗണ്ട് എപ്പോഴാണ് കിട്ടിയത്, 20th മാർച്ചിനാണ് കിട്ടിയത്. ഓക്കെ, ബാലൻസ് എമൗണ്ട് 20th March 2025 കിട്ടിയത്. So there are two type of supply. Okay, which section will apply? 12 subsection 2 will apply. Okay, fine. 13 subsection 2 will apply as it is what, service. Is that clear? So advance time of supply എത്രയായിരിക്കും, advance 25,000 എത്രയായിരിക്കും, ഏതായിരിക്കും time of supply, advance 4th February. And for balance amount, that is 2,75,000 time of supply ഏതായിരിക്കും, date of invoice or date of receipt whichever is earlier. ഏതായിരിക്കും date of invoice or date of receipt. Date of invoice ഇതാണ്, date of receipt ഇതാണ്, whichever is earlier is what, 12th March 2025. Answer over. Okay, let's see 4th February and 12th March. Okay, so let's see the answer over here. The date of debiting would end. Okay, so there is one more date. Let's see whether there is any other date. 12th February. Okay, so first one, let's see. Yeah, over here, let's see the first one. Okay, 4th February and 12th March. Answer over. Is that clear? I hope it is clear. 4th February and 12th March. Over. So for 25,000 it is 4th February, 24,000. Okay, so this is not about teaching the provision. This is all about, I'm showing you എവിടേക്ക് ഇതുള്ളത് എങ്ങനെയാണ്. Okay, and there's a wonderful mantra to remember over there. അല്ലേ, thanks for reading the full form of VRL. Okay, fine. T എന്തായിരുന്നു, time of supply of service provision. Okay, supply. F എന്തായിരുന്നു, forward charge. R എന്തായിരുന്നു, reverse charge. Okay, voucher. R forward residuary. Okay, fine. And late fee, interest penalty. Is that clear? Okay, that's the provision. Answer over. Let's move on to the second part. Shravan Kumar, a registered person undertook service of transportation of goods from long way tempo services, a GTA. So good looking individual said RCM. Okay, fine. So a registered person on എന്താ പറയുക, crabs for transporting CMF അല്ലേ, on 1st January transport, service avail ചെയ്തത്. Okay, so date of service, we'll write the date of service. എന്നാണ് അവൈൽ ചെയ്തത്, 1st January 2025. Okay, fine. To transport the goods from Gurgaon to Faridabad, Haryana. Okay, Mrs. Longway Tempo Service issued invoice of 30,000. അപ്പോൾ GTA invoice issue ചെയ്തു. Invoice date so for 2nd January 2025. Next day lan issue ചെയ്തു, 4 rupees 30,000. Okay, fine. So എന്നിട്ട് എന്താ സംഭവിച്ചത്, Mr. Shravan Kumar issued a check കൊടുത്തു. Okay, 30,000, that is recipient, on 18th February check കൊടുത്തു. Okay, check കൊടുത്തത് അന്നാണ്. So you have to remember the date of debit from the account or entry in the books of account whichever is earlier. ബുക്സിൽ എൻട്രി ചെയ്തത് എന്നാണ്, സെയിം ഡേയിൽ തന്നെ എൻട്രി ചെയ്തു അല്ലേ. ബട്ട് ദ ചെക്ക് എന്നാൽ ഡെബിറ്റ് ചെയ്തത്
ഇഷ്യൂ ചെയ്തിട്ട് അന്ന് തന്നെ എൻ്റർ ചെയ്തു. ചെക്ക് വാസ് ഡെബിറ്റഡ് ഫ്രം ദി അക്കൗണ്ട് വെൻ 19th ഫെബ്രുവരിയിലാണ് ഡെബിറ്റ് ചെയ്തത്. നെക്സ്റ്റ് ഡേ ആണ് ഡെബിറ്റ് ചെയ്തത്. സോ വിച്ച് എവർ ഇസ് ഏർലിയർ ഡേറ്റ് ഷുഡ് ബി ടേക്കൺ. ഓക്കെ, സോ ഡേറ്റ് ഓഫ് പേയ്മെന്റ് വിൽ ബി 18th February 2025. Sorry for the spelling mistake of payment. Okay, so determine the time of supply. That's it. So ഇത് ഏതിൽ വരും? സർവീസ് ആണ് 13 subsection 3 വരും അല്ലെ? 13 subsection 3 വരും. രജിസ്റ്റർ ആണെന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. സോ ഞാൻ പറഞ്ഞായിരുന്നു ഓൾറെഡി. RIP എന്നുള്ളൊരു മന്ത്രം അവിടെ ഉണ്ട് അല്ലേ? സോ വി ഹാവ് ടു ടേക്ക് ഇൻ ദിസ് കേസ് ഓൺലി വാട്ട് I and P. I എന്ന് വെച്ചാൽ actual invoice date ആണോ? No, actual invoice date is 2/1/2025. So we should take 61st day from the invoice date അല്ലെ? ജനുവരിയിൽ എത്ര ദിവസം ഉണ്ട്? ജനുവരിയിൽ 29 days ഉണ്ട്. പ്രൊവിഷൻ അറിയാവുന്നവർ കറക്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും. ഫെബ്രുവരിയിൽ എത്ര ദിവസം ഉണ്ട്? 28 days ഉണ്ട്. അപ്പൊ എത്ര ദിവസം ആയുള്ളൂ? 61st day ആണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെ? സോ ഫെബ്രുവരി എക്സോസ്റ്റ് ആയി, മാർച്ച് 4th വരും. സോ 4th March 61st day അല്ലെ? സോ വി ഷുഡ് നോട്ട് ഗെറ്റ് കൺഫ്യൂസ്ഡ്. ആക്ച്വൽ ഇൻവോയ്സ് ഡേറ്റ് എടുക്കരുത്, പേയ്മെന്റ് ഡേറ്റ് കൊടുക്കണം. പേയ്മെന്റ് ഡേറ്റ് earlier of debit in bank in that whichever is earlier. So ഇതിനകത്ത് earlier date വരും. So the answer will be 18th February 2025. Over. സോ കണ്ടോ, ഇതാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് പ്രീവിയസ് ഇയർ നോക്കുമ്പോൾ ഈ ലെവലിൽ തന്നെയാണ് പ്രീവിയസ് ഇയറിലും ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഫൈൻ. സോ യു ഷുഡന്റ് ഗെറ്റ് കൺഫ്യൂസ്ഡ്. 18th February 2025 is the answer, time of supply. Okay, done. ഇൻവോയ്സ് ഡേറ്റ് എടുത്താൽ your answer will go wrong. ഓക്കെ, ഏതായിരിക്കും ഇൻവോയ്സ് ഡേറ്റ് എടുത്ത് ഞാൻ വരണേ? ഇതായിരിക്കും ആൻസർ ആയിട്ട് വരണേ. സോ ദിസ് ഇസ് റോങ്. ഓക്കെ, ഫൈൻ. So let's move on to the next query. I hope it is clear. Last one. Okay. So നമുക്ക് ലാസ്റ്റത്തെ ഒരു ഇതും കൂടി നോക്കാം. ഈ 2026 RTPയിലെ സേ ഓവർ ഹിയർ ഇ-വേ ബില്ലിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യമാണുള്ളത്. സോ ഇങ്ങനത്തെ ഇരിക്കാൻ ഡയറക്റ്റ്ലി ചോദിക്കാനായിട്ട് വളരെ സാധ്യത. നമ്മൾ ഒത്തിരി ചോദ്യങ്ങൾ കണ്ടാണല്ലോ. ഈവൻ അക്കൗണ്ട്സ് ആൻഡ് റെക്കോർഡ്സിൽ നിന്ന് ഒരു അറ്റംപ്റ്റിൽ തന്നെ സിമ്പിൾ ആയിട്ടുള്ള ഡേറ്റ എന്നുള്ള ഒരു മന്ത്രയും പിന്നെ നമ്മളുടെ വർക്ക് കോൺട്രാക്ടിനെ 10 മാർക്കിന് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട് അല്ലേ? സോ ലൂസ് ബോൾസ് മിസ് ചെയ്യാൻ പാടില്ല. ഓക്കെ, ഫൈൻ. മെസ്സേജ് ആൽഫ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് സപ്ലൈസ് ഗുഡ്സ് ടു ബീറ്റ റീറ്റെയിലേഴ്സ് ഗുജറാത്ത്. സോ മഹാരാഷ്ട്രയിലുള്ളവർ എങ്ങോട്ടാണ് സപ്ലൈ ചെയ്യുന്ന ഗുഡ്സ്? ഗുജറാത്തിലേക്കാണ്. സോ ഇൻഡർസ്റ്റേറ്റ് ട്രാൻസ്പോർട്ടേഷൻ, ഇൻഡർസ്റ്റേറ്റ് ആണ് അല്ലേ? ഡ്യൂ ടു അർജൻസി പാർട്ട് എ ഓഫ് ഇ-വേ ബിൽ ഇസ് ഫർണിഷ്ഡ് ബൈ ബീറ്റ റീറ്റെയിലേഴ്സ്. സോ ആരാ സപ്ലൈ ചെയ്യുന്നത്? ആൽഫയാണ് സപ്ലൈ ചെയ്യുന്നത്. ആൽഫ ഇസ് എ സപ്ലയർ and beta is the buyer. So beta is the buyer. So ആരാ ഇവിടെ ഇ-വേ ബില്ല് ജനറേറ്റ് ചെയ്തിരിക്കുന്നത്? ഡ്യൂ ടു urgency പാർട്ട് എ ഓഫ് ഇ-വേ ബിൽ ഇസ് ഫർണിഷ്ഡ് ബൈ ബീറ്റ. ബയർ ആണ് എന്ത് ചെയ്തിരിക്കുന്നത്? ഡീറ്റെയിൽസ് ഓൺ 5th March 2 മണിക്കാണ് എന്ത് ചെയ്തത്? ഫില്ല് ചെയ്തിരിക്കുന്നത് പാർട്ട് എ. ദ ഗുഡ്സ് വർ ഡെലിവേർഡ് ഓൺ 7th March 10 AM. ഓക്കെ, സോ ഇതില് കിലോമീറ്റേഴ്സ് ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല. അപ്പോൾ കിലോമീറ്റേഴ്സ് ഒന്നും പറയാത്ത സ്ഥിതിക്ക് നമുക്ക് മൊത്തം വായിച്ചു നോക്കാം കിലോമീറ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടോ എന്ന്. ഗുഡ്സ് ഡെലിവർ ചെയ്യും 7th March. 5th കഴിഞ്ഞിട്ട് ഓൾറെഡി പറഞ്ഞു ഒരു ദിവസം എന്ന് പറയുന്നത് ജനറേറ്റ് ചെയ്യുന്നതിന്റെ നെക്സ്റ്റ് ഡേ 5th March 6th March 2 PM അല്ല, 6th March മിഡ് നൈറ്റ് വരെ ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടായിരുന്നു അല്ലെ? 6th March മിഡ് നൈറ്റ് കഴിഞ്ഞ് 7th March എന്ത് ചെയ്തത്? 10 മണിക്കാണ് ഡെലിവർ ചെയ്തിരിക്കുന്നത്. ഓക്കെ, so details of the e-way bill are made available to alpha supplier. So ഇവിടെ buyer എടുത്തിരിക്കുന്നത് because it can be taken by the supplier or the buyer or the transporter. Okay, അതെല്ലാം നമ്മൾ കണ്ടതാണ്. ആൽഫയുടെ ഓൺ കോമൺ പോർട്ടൽ, ആൽഫയുടെ കോമൺ പോർട്ടലിൽ അത് എന്ത് ചെയ്തു വന്നിട്ടുണ്ട്. ഓക്കെ, റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. ആൽഫ ഡിസ്ട്രിബ്യൂട്ടർ ഡസ് നോട്ട് കമ്മ്യൂണിക്കേറ്റ് അക്സെപ്റ്റ് ഓർ റിജക്ഷൻ. ആൽഫ എന്ത് ചെയ്തിട്ടില്ല? അക്സെപ്റ്റോ റിജക്റ്റോ ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ, അക്സെപ്റ്റ് ചെയ്യാൻ നമുക്ക് ക്യാൻസൽ ചെയ്യാൻ 24 hours ഉണ്ട് അല്ലെ? അക്സെപ്റ്റോ റിജക്ട് ചെയ്യാനായിട്ട് 72 hours ഉണ്ട്. ഓക്കെ, ഓർ ബിഫോർ ഓഫീസർ ഇന്റർസെപ്റ്റ് ചെയ്യുകയോ അങ്ങനെയൊക്കെ ആണെങ്കിൽ ഡെലിവറി ചെയ്ത് കഴിഞ്ഞാൽ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇത് കഴിയും. 72 hours ആണ് അക്സെപ്റ്റോ റിജക്റ്റോ ചെയ്യാനുള്ളത്. ക്യാൻസൽ ചെയ്യാനാണെങ്കിൽ എന്താ പറയാ 24 hours ഉള്ള. ക്യാൻസൽ ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്? ജനറേറ്റ് ചെയ്ത ആൾക്കാണ്. ഈ കേസിൽ ബീറ്റയ്ക്കാണ് ക്യാൻസൽ ചെയ്യാൻ പറ്റുന്നത്. അക്സെപ്റ്റോ റിജക്റ്റോ ആർക്കാണ് ചെയ്യാൻ പറ്റുന്നത്? ആൽഫയ്ക്കാണ് ചെയ്യാൻ പറ്റുന്നത്. എന്താണ് എക്സാമിൻ ചെയ്യേണ്ടത്? ടു whom were the details of e-way bill made available under the relevant provision. So beta ആണല്ലോ, buyer ആണല്ലോ ജനറേറ്റ് ചെയ്തത്. അപ്പോൾ ആർക്കായിരിക്കും അത് made available? To alpha. That's it. Is that clear? So you can see here the supplier if registered the information of part A made available to the supplier ആയിരിക്കും കൊടുക്കുന്നത്. If registered where the information is being furnished by recipient or transfer. In this case ബീറ്റ ആണ് ചെയ്തത്. സോ സപ്ലയർക്കായിരിക്കും വേണം. റെസിപ്പിയന്റ് ആയിരിക്കും അത് മെയ്ഡ് അവൈലബിൾ ആവുന്നത്. അത് എപ്പോഴായിരിക്കും? സപ്ലയർ ആണ് ഡീറ്റെയിൽസ് ഈ-വേ ബിൽ എടുത്തിട്ടുണ്ടെങ്കിൽ റെസിപ്പിയന്റ് ആയിരിക്കും മെയ്ഡ് അവൈലബിൾ. സോ ഈ കേസിൽ ആൽഫ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ഇസ് രജിസ്റ്റേർഡ് സപ്ലയർ. ഡീറ്റെയിൽസ് വെർ മെയ്ഡ് അവൈലബിൾ ടു ആൽഫ ഡിസ്ട്രിബ്യൂട്ടർ ഓൺ 5th March. അവർക്ക് അവൈലബിൾ ആയി. ഓക്കെ, ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. സോ അടുത്ത ചോദ്യം എന്താ? വാട്ട് ഇസ് ദ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ കമ്മ്യൂണിക്കേഷൻ അക്സെപ്റ്റൻസ്? 72 hours ഉണ്ടെന്ന് നമ്മൾക്കറിയാം അല്ലെ? 72 hours ഉണ്ടെന്ന് നമ്മൾ
വേബിളിന്റെ ഇതിൽ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചായിരുന്നു 72 hours. ഫൈൻ, യു ക്യാൻ സീ ഹിയർ 72 hours ഓർ ടൈം ഓഫ് ഡെലിവറി വിച്ച് ഈസ് ഏർലിയർ. ഇത്രയാണ് കമ്മ്യൂണിക്കേറ്റ്. കണ്ടോ, ഇങ്ങനെ ആയിരിക്കും ഡയറക്റ്റ്ലി ചോദിക്കുന്നത്. ദയവ് ഇതൊന്നും മിസ് ചെയ്യല്ലേ. കീപ് ഓൺ റിവൈസിങ്. ഓക്കെ ഫൈൻ. സോ നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റും. സോ വാട്ട് ഇസ് ദ ലാസ്റ്റ് ഡേറ്റ്? സോ യു ക്യാൻ സീ ഓവർ ഹിയർ 72 hours or what 72 hours of made available. 72 hours എന്ന് പറയുന്നത് 5th മാർച്ചിനാണ് ചെയ്തത് അല്ലെ. 5th March 2 PM. So 6th March, 7th March, 8th March 2 PM വരെ അക്സെപ്റ്റ് ഓർ റിജക്ട് ചെയ്യാൻ. ഓർ ഡേറ്റ് ഡെലിവേർഡ്. എന്നാൽ ഡെലിവർ ചെയ്തത് നമുക്ക് ഇവിടെ കറക്റ്റ് ആയിട്ട് അറിയാം. എന്നാൽ ഡെലിവർ ചെയ്തതെന്ന് 7th March ഡെലിവേർഡ് ചെയ്തു അല്ലെ. സോ വിച്ച് എവർ ഈസ് ഏർലിയർ ചെയ്ത് വരും 7th March വരെ. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള 10 മണി വരെ അക്സെപ്റ്റ് ചെയ്യാനായിട്ടുള്ള ഇതുണ്ടാവും. വിച്ച് എവർ ഈസ് ഏർലിയർ. ഓക്കെ, ആൻസർ ഓവർ. Okay, fine. So next question. When will be deemed acceptance apply? When deemed acceptance apply? In case person to whom party is made available does not communicate acceptance, it shall be deemed to be accepted. So in this case, എപ്പോഴാണ് അത് delivered ആയത്? 7th March 10 മണിക്കാണ്. So അത് deemed to be accepted ആവും. Okay, so we are done with our this thing. എന്താ പറയുക, നമ്മളുടെ RTP May 2026ന്റെ. സോ ഒരു പേപ്പേഴ്സ് നിങ്ങൾ RTPs മിസ് ചെയ്ത് എല്ലാവരും നന്നായിട്ട് പഠിക്കുക. യു നോ ദ പർപ്പസ്. നിങ്ങളുടെ കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ഓൾ യുവർ ബെസ്റ്റ് എഫേർട്ട്. ഓക്കെ, പറ്റുന്നവർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റുള്ളവർക്ക് അത് ഉപകാരപ്പെടും ഈ വീഡിയോസ്. ഓക്കെ, സോ നമുക്ക് പോസിറ്റീവ് റിസൾട്ടിന് വേണ്ടി നല്ല എഫേർട്ട് ഇട്ടിട്ട് വെയിറ്റ് ചെയ്യാം അല്ലേ.